ഇപ്പം യാദൃച്ഛികതയുടെ തെറ്റിത്തെറിക്കപ്പെട്ട ഇഷ്ടിക കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതല്ല ഈ ലോകം അല്ലെങ്കിൽ വിശ്വം. വെറും ഒരു അന്ധദേവതയല്ല മനുഷ്യൻ്റെ വിധിയുടെ കൽപ്പിതങ്ങൾ നിർണ്ണയിക്കുന്നത്. തികച്ചും ബോധ സ്വരൂപമായ ഒരു ശക്തി തന്നെയാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് മഹർഷി അരബിന്ദോ തൻ്റെ വിഖ്യാതമായ സാവിത്രി എന്ന കൃതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോൾ ഗുസ്താവ് യുങ്ങിൻ്റെ ഒരു പരാമർശം കൂടി ഞാനിവിടെ കൂട്ടി വായിക്കുന്നുണ്ട്. തനിക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ തനിക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഒന്നിനെ അംഗീകരിക്കാൻ ശാസ്ത്രലോകം തയ്യാറായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ ഇന്ന് കാലം മാറി വരുന്നു. ഇന്ന് ശാസ്ത്രം അവരുടെ ഏറ്റവും വലിയ ഈ തലക്കനം മാറ്റിവെച്ചിട്ട് വിനീത വിധേയരായി ഭാരതീയ വേദാന്തത്തിലേക്ക് നോക്കിക്കാണുന്നു. പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആ ബോധ തലത്തിലേക്ക് അവർ എത്തി നോക്കിയിരിക്കുന്നു. ഇത് ഏറ്റവും ശുഭോദർക്കമായ ഒരു തുടക്കമാണ് എന്ന് പറയാം. അപ്പോൾ എപ്രകാരത്തിലാണ് ആധുനിക ശാസ്ത്രം ഭാരതീയ വേദാന്തവുമായിട്ട് കൈകോർക്കുന്നത്? അതിൻ്റെ വ്യത്യസ്തമായ വഴികൾ എന്തൊക്കെയാണ്? നമ്മളുടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എക്സിസ്റ്റൻഷ്യലിസത്തിൻ്റെ ഏറ്റവും വലിയ അവസ്ഥാവിശേഷങ്ങൾ എന്തൊക്കെയാണ്? തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ശരിക്കും ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിൻ്റെ 1000ഓളം വീഡിയോകൾ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഒരു കരയിൽ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഘു എത്തിയിട്ടില്ല. ആ ഒരു സന്ദേഹം തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു ജിജ്ഞാസ തന്നെയാണ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പകർന്നു തരാൻ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത്. ഞാനെന്ന് പറയുന്നില്ല, നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ആ നാൾവഴിയിൽ വീണ്ടും മറ്റൊരു ഗുരുഭൂതനുമായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സെഷൻ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇന്ന് വീണ്ടും അദ്ദേഹവുമായിട്ട് ഇവിടെ സന്ധിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും ആദരവോടുകൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. നമസ്തേ. നമസ്തേ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ആളുകൾക്കൊരു വലിയ സംശയമുണ്ട്. ഇപ്പോൾ ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് മാത്രമാണ് സത്യം. അപ്പോൾ ഭൂതകാലം പോയി കഴിഞ്ഞു, വരാനുള്ളതിനി വരും എന്ന് നമ്മൾക്ക് വന്നേക്കാം എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഈ ഒരു നിമിഷത്തിനെ സത്യമാക്കുന്ന അങ്ങായിട്ട് ഇരുത്തുന്നതും എന്നെ ഞാനായിട്ട് ഇരുത്തുന്നതുമായ ഒരു നമുക്ക് അതിനൊരു പ്രഹേളിക എന്ന് വിളിക്കാനേ പറ്റുള്ളൂ. കാരണം നമുക്ക് കംപ്ലീറ്റ്ലി അത് അറിയില്ല എന്നുള്ളതാണ് സാധാരണ മനുഷ്യരുടേതായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എപ്രകാരത്തിലാണ് ഈ പറയുന്ന ഒരു ഭൗതികത ആത്മീയതയുമായിട്ട് കണക്റ്റഡ് ആകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നേർത്ത വരമ്പ് ഏതാണെന്നുള്ളതാണ് എൻ്റെ ആദ്യ ചോദ്യം. ഈ ഭൗതികതയും ആത്മീയതയും എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഗുരുക്കന്മാർ വിദ്യയും അവിദ്യയും എന്ന് പറഞ്ഞത്. അതെ, നമ്മൾ ഈ മെറ്റീരിയൽ വേൾഡിനെ കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കുന്നു. എന്നാൽ ഗുരുക്കന്മാർ വളരെ പണ്ടേ അങ്ങനെ ചിന്തിച്ചിട്ട് എങ്ങും എത്തിയില്ല എന്നവർക്ക് മനസ്സിലായി. ഈ ഡോക്ടർ VM ഹെഗ്ഡെ, അദ്ദേഹം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആധുനിക ഡോക്ടർ ആണെങ്കിലും അദ്ദേഹം പാരമ്പര്യവുമായി വളരെ സമരസപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനോടൊരു ചോദ്യം ഒരാൾ ചോദിച്ചു, വാട്ട് ഈസ് മൈൻഡ്? അപ്പോൾ അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു, നെവർ മൈൻഡ്. അത്രേ അറിയൂ, അത്രേ നമുക്ക് പറയാൻ കഴിയും. ഇത് തന്നെയാണ് പതഞ്ജലി മഹർഷി അധ യോഗ അനുശാസനം എന്ന് പറഞ്ഞത്. ഞാൻ യോഗ എന്തെന്ന് പറയുന്നു എന്നല്ല, അനുശാസനം എന്നാണ്. അനുശാസനം എന്ന വാക്കിൻ്റെ അർത്ഥം അൺക്വസ്റ്റ്യനബിൾ കമാൻഡ് എന്നാണ്. അല്ലെങ്കിൽ അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ വിശദീകരിക്കുന്നു. പക്ഷെ അനുശാസനം മഹാഭാരതത്തിലുമുണ്ട്, അനുശാസന പർവം. അവിടെ പിന്നെ ചോദ്യങ്ങൾ ചോദിക്കണ്ട, അതങ്ങ് കേട്ടാൽ മതി എന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന സുപ്രീം കോർട്ട് വെർഡിക്റ്റ് ആണ്. അതിനപ്പുറത്തേക്ക് ഇനി വേറെ ചർച്ച വേണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അദ്ദേഹം പറയുന്നു, അധ യോഗാനുശാസനം, യോഗ എന്തെന്ന് ഞാൻ അനുശാസിക്കുന്നു. ചിത്തവൃത്തി നിരോധ യോഗ. അപ്പോൾ നിങ്ങളുടെ അവിദ്യയ്ക്ക് കാരണമാകുന്ന ഭൗതിക ലോകത്തെ സജീവമാക്കുന്ന മനസ്സിനെ നിരോധിക്കുക. അതിനപ്പുറത്തേക്കാണ് സത്യം നിൽക്കുന്നത്. ആ സത്യത്തെ, വിദ്യയെ അറിയണമെങ്കിൽ അവിദ്യയിൽ നിന്നും നാം പുറത്തു കിടക്കണം. ഇപ്പോൾ പണ്ടൊരു സമയത്ത് ഒരുപക്ഷെ മതമെന്നോ ശാസ്ത്രമെന്നോ ആൾക്കാർ ധരിച്ചിരുന്നത് ഭൂമി പരന്നതാണെന്ന്. അതിലും തർക്കങ്ങളുണ്ട്. ഭാരതീയ ഗുരുക്കന്മാർ ഭൂഗോളം എന്നല്ലേ വിളിച്ചത്. എന്നാൽ പിന്നെ ഇടയ്ക്ക് വന്ന വിശ്വാസികളാണ് ഇതിനെ പരന്നതെന്നൊക്കെ വിളിച്ചത്. ചർച്ചകൾ പലതുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ വിഷയം ഇപ്പോഴും ഇവിടെ നിന്ന് നോക്കുമ്പോൾ പരന്നതാണ്. എന്നാൽ ഭൂമിയിൽ നിന്ന് മാറി അകന്ന് നോക്കുമ്പോൾ ഇത് ഗോളമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിൽക്കുന്ന സ്ഥലം, കണ്ണിൻ്റെ പൊസിഷൻ, ഇതിലാണ് കാഴ്ച മാറുന്നത്.
അപ്പൊ ഇപ്പൊ പരന്നതെന്ന് തോന്നുന്നത് ഇവിടെ നിന്ന് മാറി നോക്കുമ്പോൾ ഉരുണ്ടതെന്ന് തോന്നും. ഇനി അതും കഴിഞ്ഞ് കുറെ കഴിഞ്ഞാൽ ഇത് ഇല്ലാന്നും തോന്നും. അതായത് നമ്മളിപ്പോൾ ഒരു ചെറിയ മാറ്ററിനെ ഇൻഫിനിറ്റ്ലി സൂം ഇൻ ചെയ്ത് നോക്കാം. ഒരു പിന്നെ പിക്ചറിനെ തന്നെ ഇങ്ങനെ കണ്ണിനടുത്തേക്ക് അടുക്കി കൊണ്ടുവന്നാൽ കുറച്ച് കഴിയുമ്പോൾ പിക്ചർ ഇല്ലാതാവും. അവിടെ ചില ബിന്ദുക്കളാവും. അതും മാറി അത് വീണ്ടും സൂം ഇൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചില ചലനങ്ങൾ മാത്രം കാണും. പിന്നെ ഒന്നും കണ്ടില്ല എന്നിരിക്കും. അപ്പോൾ ഇവിടെ ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ തലച്ചോറിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നതിലാണ്. അപ്പം മാറ്റർ, മോളിക്യൂൾ, തന്മാത്രകളിലൂടെ സൃഷ്ടിക്കപ്പെട്ട സർവ്വതും അവിദ്യയും, എന്നാൽ രൂപത്തിന് നാമരൂപങ്ങൾക്ക് അതീതമായ ഊർജത്തെ സത്യവും അല്ലെങ്കിൽ വിദ്യയും എന്ന് വിളിച്ചു. ഈ വിദ്യയെ അറിയാത്തിടത്തോളം കാലം നമുക്ക് ഈ ഭൗതിക ലോകത്തിലെ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടില്ല. അതുകൊണ്ടാണ് ഗുരുക്കന്മാർ, അല്ലെങ്കിൽ എല്ലാ ഗുരുക്കന്മാരുടെയും ആശയത്തെയാണ് ക്രോഡീകരിച്ച് പതഞ്ജലി രേഖപ്പെടുത്തിയത്. നിങ്ങൾ ചിത്തത്തെ, നിങ്ങളുടെ മനസ്സിനെ നിരോധിക്കുക. അപ്പോൾ ആ മനസ്സിന് അതീതമായ, മനസ്സ് സൃഷ്ടിക്കുന്നതാണ് ഈ പ്രപഞ്ചം. അപ്പോൾ ആ മനസ്സിനെയാണ് നാം നിരോധിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ മനസ്സിനപ്പുറം നിൽക്കുന്ന, മനസ്സ് എന്തിൽ നിന്നാണോ ഉണ്ടായത് അത് നമുക്ക് അനുഭവപ്പെടും. പക്ഷെ അത് പറയാൻ കഴിയില്ല. കാരണം പറയണമെങ്കിൽ അത് മനസ്സിൻ്റെ മാധ്യമത്തിലൂടെയല്ലേ പറയാൻ കഴിയും. മാധ്യമത്തിലൂടെ പറയുന്നതെല്ലാം മോളിക്കുലർ സയൻസാണ്. മോളിക്കുലർ സയൻസിന് പരിമിതികളുണ്ട്. മോഡേൺ സയൻസ് ഇപ്പോൾ അവിടെ എത്തി നിൽക്കുന്നു. അൺസർട്ടനിറ്റി തിയറി, ഒന്നും ഒരു സ്ഥിരതയുള്ളതല്ല, ഇതെന്തോ ഒക്കെ ഒരു മായയിൽ കിടക്കുന്നു. ആ മായയെ തന്നെ ഇപ്പോൾ ഒരു മിത്ത് എന്ന് വിളിച്ചത് നമ്മുടെ ബ്രഹ്മസത്യം ജഗത് മിഥ്യ. ആ മിഥ്യയാണ് ഇന്ന് ഇംഗ്ലീഷിൽ മിത്ത് എന്ന് വിളിക്കുന്നത്. അതിൽ നിന്ന് മിഥോളജി ഉണ്ടായി എന്ന് പറയാം. നൗ ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ മിഥോളജി ആൻഡ് സ്പിരിച്വാലിറ്റി, അല്ലെങ്കിൽ സ്പിരിച്വൽ സയൻസ്. കാരണം ആധുനിക ശാസ്ത്രവും ഈ മിത്തിലേക്ക് എത്തിച്ചേരുന്നു. അതിനവർ വിളിച്ചത് അൺസർട്ടനിറ്റി എന്നാണ് വിളിച്ചത്. ഒന്നും സ്ഥിരമല്ല. അപ്പൊ നമ്മുടെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി വേണമെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ. കാട് കയറി ചിന്തിക്കാതെ ചിന്തകളെ തന്നിലേക്ക് ഒതുക്കി അവിദ്യാസ്വരൂപമായ അറിവിൽ നിന്ന് വിദ്യാസ്വരൂപമായ ആനന്ദത്തിലേക്ക്, അനുഭവത്തിലേക്ക്. ഭൗതികമായി നമ്മളെല്ലാം കിട്ടുന്നത് അറിവാണ്. അതിൽ ആനന്ദമില്ല, അത് വ്യാഖ്യാനമാണ്. അതിൽ വ്യാഖ്യാന പിശകും ഉണ്ടാകാം. എന്നാൽ ആ അറിവിനപ്പുറത്തേക്ക്, അതാണ് നാരായണ ഗുരു ആത്മോപദേശ ശതകം എഴുതുമ്പോൾ, അതായത് അദ്ദേഹം ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ ഒരാൾ വന്ന് പറയും, സ്വാമി എനിക്ക് കുഞ്ഞ് സുബ്രഹ്മണ്യനാണ് ഇഷ്ടം. ആ സുബ്രഹ്മണ്യ സ്തവം എഴുതി കൊടുക്കും, കൊണ്ടുപോയി വായിച്ചു. ചിലർ പറയും എനിക്ക് മഹാകാളി, എന്നാൽ ഭദ്രകാളി അഷ്ടകം. അത്രയും കാഠിന്യം എനിക്ക് വേണ്ട. സൗമ്യമായ അമ്മ ശാരദാഷ്ടകം. ഇതൊക്കെ ഇങ്ങനെ ഓരോരുത്തർക്കും എഴുതി കൊടുക്കും. പക്ഷേ ഡോക്ടർ പലപ്പോൾ ഈ കുമാരനാശാൻ പോലെയുള്ള ബുദ്ധിരാക്ഷസന്മാരുണ്ട്. അവര് സ്വാമിയോടൊന്ന് പറഞ്ഞ്, സ്വാമി ഈ തക്കട തരകട പരിപാടിയൊന്നും നമ്മുടെ അടുത്ത് പറ്റില്ല, സത്യം പറ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എഴുതിയതാണ് ആത്മോ ഉപദേശ ശതകം. അതിലെ ദൈവമൊന്നുമില്ല, അറിവിനെ കുറിച്ച് മാത്രം. തുടങ്ങുന്നത് എങ്ങനെയാണ്? അറിവിലും ഏറിയറിഞ്ഞിടുന്നവൻ തന്നൊരുവിലും ഒത്ത് പുറത്തുമുജ്വലിക്കും കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതെരെ വീണ് ഉണങ്ങി ഓതിടേണം. ഇതാണ് യഥാർത്ഥത്തിൽ വേദാന്തവും പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രവും. ഹയർ കോൺഷ്യസ്നെസ്, സെസേഷൻ, ഒബ്ലിറ്ററേഷൻ ഓഫ് യുവർ ഇന്റലക്ട് ഈസ് യോഗ. ചിത്തവൃത്തി നിരോധ യോഗ എന്ന് പറഞ്ഞത് തന്നെയാണ് അറിവിലും ഏറി അറിഞ്ഞ, നിങ്ങൾ ഇന്ദ്രിയം കൊണ്ട് അറിയുന്ന, കണ്ടും കേട്ടും മണത്തും രുചിച്ചും അറിയുന്ന അറിവിനും അപ്പുറത്തേക്കൊരു അറിവ് ആനന്ദമായി നിൽപ്പുണ്ട്. അതറിയണമെങ്കിൽ എന്ത് വേണം? കണ്ണുകൾ അഞ്ചും ഉള്ളടക്കാൻ. പുറത്തോട്ട് നോക്കുന്ന കണ്ണിനെ അകത്തി തിരിക്കുക, പുറത്തോട്ട് കേൾക്കുന്ന ചെവിയെ അകത്തി തിരിക്കുക. ഇതിനെയാണ് യോഗസൂത്രത്തിലെ വിഡ്രാവൽ ഓഫ് മൈൻഡ്, പ്രത്യാഹാരം. ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് എടുക്കണം. അങ്ങനെ ഇന്ദ്രിയങ്ങളെ തന്നിലേക്ക് തിരിക്കുമ്പോൾ ഒരു അറിവുണ്ടാകും. അതാണ് തിരിച്ചറിവ്. ധാരണ എന്ന് പറയുന്നത്. ധാരണ അകത്തേക്ക് എടുത്ത അറിവിനെ എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ എവിടെയെങ്കിലും ഉറപ്പിക്കണ്ടേ, ധരിപ്പിക്കണം. അതാണ് ധാരണ. അങ്ങനെ ധാരണ വിലക്കുമ്പോൾ ധ്യാനം സംഭവിക്കും. ധീ ന എന്നാണ് ധ്യാനം എന്ന് പറഞ്ഞാൽ കണ്ണടച്ചിരിക്കലല്ല, ബുദ്ധിയുടെ അപ്പുറത്തേക്ക് പോവുകയാണ്. ധീ ന
എനിക്ക് ബുദ്ധിയല്ല വേണ്ടത്, ബുദ്ധിക്ക് അപ്പുറത്ത് നിൽക്കുന്ന സത്യത്തെ വേണം. അതാണ് ധ്യാനം. അതെ. എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ല. അതെ. ഇപ്പൊ ജനിച്ച് വീണൊരു കുട്ടി, അല്ലെങ്കിൽ 1 മാസം 1.5 മാസം 2 മാസം പ്രായമായ കുട്ടി വെറുതെയൊക്കെ ഇങ്ങനെ ചിരിക്കും. എന്തുകൊണ്ടാ? അതിന് ബുദ്ധിയില്ല, പക്ഷെ അതിന് അറിവുണ്ട്. ആനന്ദമായ സത്യത്തെ അതറിയുന്നുണ്ട്. അതിൻ്റെ ബുദ്ധി വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് ഇന്ദ്രിയാത്മകമായ അറിവ് വരികയും ആത്മീയമായ അറിവ് കുറഞ്ഞു വരികയും ചെയ്യും. അതുകൊണ്ടാണ് എല്ലാവർക്കും കുഞ്ഞുങ്ങളോടൊരു ഇഷ്ടം. അവരുടെ വൈബ്രേഷൻ ഉണ്ടല്ലോ, അത് ആനന്ദമാണ്, അത് ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ളതാണ്. ഇതുകൊണ്ടാണ് പറയുന്നത് കുഞ്ഞുങ്ങൾ ഈശ്വര സമാനമാണ്. ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ എന്ന് ബൈബിളിലും പറയുന്നുള്ളൂ. ശിശു സഹജമായവർക്ക് മാത്രമേ സ്വർഗലോകം പ്രാപ്തിയുള്ളൂ. ആ സ്വർഗലോകത്താണ് അവർ ജീവിക്കുന്നത്. അപ്പൊ അവിടെ സ്വർഗം എന്ന വാക്ക് മലയാളത്തിൽ പറയുന്നത് ഇംഗ്ലീഷിൽ നിർത്തത് അല്ല, സംസ്കൃതം നിർത്താണ്. സ്വർഗം എന്ന വാക്കിന്റെ അർത്ഥം പറയുമ്പോൾ സ്വമ്മിൽ ഗമിക്കുന്നവനാണ് സ്വർഗം. സ്വം എന്ന് വെച്ചാൽ ആത്മാവ്, അതിൽ ഗമിക്കുക എന്ന് വെച്ചാൽ അതിൽ ഇങ്ങനെ മുന്നോട്ട് പോവുക. ഗഗനചാരി ആകാശം പോകുന്നില്ലേ. അപ്പൊ ഇവിടെ ഇതെല്ലാം പറയുന്നത് അറിവിലും ഏറിയ അറിവിലേക്ക് പോകാൻ. അപ്പോൾ നാരായണ ഗുരു പറഞ്ഞതും പതഞ്ജലി പറയുന്നതും ഇപ്പോൾ മോഡേൺ സയൻസ് പറയുന്നതും എല്ലാം ഒന്ന് തന്നെ. പക്ഷെ കേൾക്കുകയും വായിക്കുകയും ചെയ്താൽ നമ്മൾ എങ്ങും എത്തൂല. കാരണം അവരും പറഞ്ഞത് നീ കേൾക്കുകയും വേണ്ട, വായിക്കുകയും വേണ്ട, ഇന്ദ്രിയങ്ങൾ 5 ഉള്ളടക്കാനാണ് പറഞ്ഞത്. ഗോ ബിയോണ്ട് യുവർ ഇന്റലക്ട്. തെരുതെരെ വീണ് വണങ്ങി ഓതാനാണ് ഗുരു പറഞ്ഞത്. ഇടതടവില്ലാതെ ആ പ്രോസസ്സ് ചെയ്യുമ്പോൾ നിങ്ങളിലുള്ള ആത്മീയമായ അറിവ്, അതീന്ദ്രിയമായ ബോധം ഉണർന്നു വരും. ആ ബോധത്തെയാണ് കോസ്മിക് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. യു ആർ വാട്ട് യു നോ. നിങ്ങൾ എന്തറിയുന്നോ അതാണ് നിങ്ങൾ. ഇന്ന് നിങ്ങൾ വായിച്ചും കേട്ടും അറിയുന്ന ലോകത്തിന്റെ ആധിയും വ്യാധിയും നിങ്ങളിൽ ആധിയും വ്യാധിയുമായി നിലനിൽക്കുന്നത് ലോകത്തിന്റെ കുറ്റമല്ല, നമ്മുടെ കുറ്റമാണ്. അപ്പോൾ ആ ആധിയും വ്യാധിക്കും പകരം നിങ്ങൾ ആനന്ദത്തെയും അഖണ്ഡതയെയും റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ആ ബോധം നിങ്ങളുടെ അഖണ്ഡമായ ആനന്ദത്തിൽ ഉറച്ചു നിൽക്കും. അതാണ് ഈ 100 ശ്ലോകങ്ങൾ പറയും. 100ാമത്തെ ശ്ലോകം ഗുരു പറയുന്നത് എന്താണ്? അറിവിലുമേറിയ അറിവിലേക്ക് ഇന്ദ്രിയങ്ങൾ 5 ഉള്ളടക്കാൻ പറഞ്ഞിട്ട് സാധകനെ അല്ലെങ്കിൽ ആ ശിഷ്യനെ പതുക്കെ കൈപിടിച്ച് കൊണ്ടുപോയി എത്തിക്കുന്ന എവിടെയാണ്? സത് അസത് ഇത് പ്രതിപത്തിയാറ്റ്. സത് ഓം ഇത് മൃദുവായി മൃദുവായി അമർന്നിഴയണം. സ്വാത്മാരാമൻ നാദാനുസന്ധാനകമേകമേവ അന്യാമഹേ മാന്യതമം ലയാന. അപ്പോ സ്വാത്മാരാമനിലേക്ക് എത്തി. പതഞ്ജലി തുടങ്ങി സ്വാത്മാരാമനിൽ കൊണ്ട് കൃത്യമായിട്ട് പറയുന്നു, എവരിതിങ് ഈസ് ഇവോൾഡ് ഫ്രം ദി സൗണ്ട്, നാദ ബ്രഹ്മം. ആ നാദബ്രഹ്മത്തിൽ മൃദുവായി മൃദുവായി അമരണം. അതിനുള്ള വിദ്യയാണ് ആ ഇടയ്ക്കുള്ള എല്ലാ ശ്ലോകങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേദാന്തവും ആധുനിക ശാസ്ത്രവും പൗരാണികമായിട്ടുള്ള ഗുരുക്കന്മാരുടെ കൺക്ലൂഷനും എല്ലാം കൂടി ചേർത്ത് അത് പറഞ്ഞിരിക്കുന്നു. ഇത് വായിക്കുമ്പോഴും ഇതിൻ്റെ സാങ്കേതികതകൾ അറിയാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോഴും ധ്യാനത്തിനപ്പുറം വിശകലനത്തിലേക്ക് വീണ്ടും മനസ്സ് പോകുമ്പോൾ നമ്മൾ എങ്ങെത്തും? എങ്ങും എത്തൂല. വീണ്ടും എണിയാലൊടുങ്ങാത്ത വഴികൾക്ക് മുന്നിൽ പകച്ചു നിൽക്കും. ആ വഴികളെല്ലാം വന്നടങ്ങുന്നത് തന്നിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കി അവിദ്യയിൽ നിന്ന്, അവിദ്യ എന്ന് പറഞ്ഞാൽ ഇഗ്നോറൻസ് അല്ല, ഭൗതിക ബോധത്തിൽ നിന്ന് അതീന്ദ്രിയ അവസ്ഥയിലേക്ക്, അതിഭൗതിക ബോധത്തിലേക്ക് നാം ഒരു ഷിഫ്റ്റ് കണ്ടെത്തണം. അതിനെയാണ് അകവും പുറവും എന്ന് പറയുന്നത്. ഈ ഇതിൽ നമുക്ക് സിദ്ധമാർഗത്തിൽ മുന്നൂല് പിന്നൂല് എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രമുണ്ട്. മുന്നൂല് മുന്നിൽ കാണുന്നത്, പിന്നൂല് നമ്മുടെ പുറകിൽ നിൽക്കുന്നത് ഫണ്ടമെന്റൽ റിയാലിറ്റി. അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ജീവിതം സന്തോഷപൂർണമാകുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ആധുനികമായിട്ടുള്ള ആ അറിവ് എപ്പോഴും അഹങ്കാരത്തിലേക്കും ആകുലതകളിലേക്കും കൊണ്ടുപോകും. ഇപ്പൊ ഉദാഹരണത്തിന് ഈ നമ്മുടെ പഴയ മുഖ്യമന്ത്രി പറയല്ലേ, മടിയിൽ കനമുള്ളതിന് വഴിയിൽ ഭയമുള്ളൂ. ശരിയാണ്. നമുക്ക് ആവശ്യമില്ലാത്തത് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ എന്തു പറ്റും? നമുക്കറിയാതെ ഒരു ആകുലതയും ഭയവും ഉണ്ടാകും. ആ ഭയത്തെ ഇല്ലാതാക്കണമെങ്കിൽ ഇത് എൻ്റെ കയ്യിലിരിക്കുന്നെങ്കിലും ഇത് എൻ്റേതല്ല എന്ന ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ ആകുലതയില്ല. ഈ ആകുലത ഇല്ലാതെ വരണമെങ്കിൽ, ആ ബോധം വരണമെങ്കിൽ ആത്മബോധം വളർന്നു വരണം. അതിലൊരു മറുതലമുണ്ട്. അതായത് ഇത് എൻ്റേതല്ലെന്ന് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ ഇത് എൻ്റേത് മാത്രമാണ്.
ഞാനിതാണ് എന്ന് കൂടെ ചിന്തിച്ചു കഴിഞ്ഞാലും ആ ഒരു പ്രശ്നം വരില്ലല്ലോ. ഈ പ്രപഞ്ചം മുഴുവൻ ഞാനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും വിചാരിച്ചാ വരില്ല. അല്ല, അത് അനുഭവിച്ചു അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആകുലതയില്ല. അതെ അതെ എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അതെ. കാരണം ഇപ്പൊ ഉദാഹരണത്തിന് ഈ പണ്ട് ജന്മിമാരുണ്ടായിരുന്നല്ലോ, ആയിരക്കണക്കിന് നോക്കത്തോ ദൂരം ഇവരുടെ വസ്തുക്കളാണ്. അതെ. അപ്പൊ അവന് ആകുലതയില്ല. ആരെങ്കിലും വന്ന് പറയും അത് പിന്നെ സ്വാമി അല്ലെങ്കിൽ നമ്പൂരി എനിക്ക് കിടക്കാൻ സ്ഥലമില്ല, ഇവൻ ഒറ്റപ്പെട്ട് ഇങ്ങനെ കിടക്കുക. അപ്പോൾ എന്താ പ്രശ്നം? അല്ല, അവിടെ ഒരു കുടില് വെച്ചിട്ട് ഞാൻ എൻ്റെ കൃഷികളൊക്കെ ചെയ്തുള്ള ആയിക്കോ, അവന് നഷ്ടപ്പെടാനൊന്നുമില്ല. കാരണം അനന്തമായിട്ട് കിടക്കുകയാണ്. പക്ഷേ ഇപ്പോഴ് പരിമിതമായ എനിക്ക് ഇത്രയേ ഉള്ളൂ എന്നുള്ളതിൽ നിന്ന് ഒരാൾ ചോദിക്കുമ്പോൾ ഇല്ലല്ല ഞാൻ തരില്ല എന്ന് പറയും. അപ്പോൾ ആ പരിമിതമായ അറിവാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. എന്നാൽ അപരിമിതമായ അഖണ്ഡമായ അത് ഞാനാണ് എന്ന ബോധം വായിച്ചോ കേട്ടോ അറിവിൽ വരില്ല. അത് ഉള്ളിൽ നിന്ന് തെളിഞ്ഞ് വരണമെങ്കിൽ യു ഷുഡ് ഗോ ബിയോണ്ട് ദ മീഡിയം ഓഫ് യുവർ ബോഡി ആൻഡ് മൈൻഡ്. ശരീരത്തിന്റെയും മനസ്സിന്റെയും പരിധിക്കപ്പുറത്തേക്ക് പോകുന്ന ചിത്തവൃത്തി നിരോധം പ്രാക്ടീസ് ചെയ്ത്, അതിനെയാണ് പ്രാർത്ഥന. അപ്പോഴും പിന്നെ ആ പ്രാർത്ഥനയെ ദുർവ്യാഖ്യാനം ചെയ്ത് ദൈവത്തിന് കൊടുക്കുന്ന കൈക്കൂലിയാക്കി മാറ്റി. അതായത് ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല, ഈ പഴവങ്ങാടി ഗണപതിക്ക് അവിടെ പോയി നിന്ന ഭയങ്കര തമാശയാണ്. ഈ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ തേങ്ങ ഉടയ്ക്കുന്ന, ഞാനിത് 1 ഉടച്ചിട്ടുണ്ട് 9 ഉടച്ചിട്ടുണ്ട്, ആശാനെ എനിക്കിത് തരണം. ചില ആൾക്കാര് വേറെ ആൾക്കാരെ കൂലിക്ക് നിർത്തിയാണ് ഉടയ്ക്കുന്നത്. കാരണം 1000 തേങ്ങയ്ക്ക് വെക്കും. അപ്പൊ ഇവനിത് ഉടയ്ക്കാൻ പറ്റില്ല. അപ്പൊ കൂലിക്ക് ആളിനെ വെച്ച് ദൈവത്തിന് കൈക്കൂലി കൊടുക്കുക. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ആ തേങ്ങ ഉടയ്ക്കുന്ന ആചാരം, ആ ഒരു അനുഷ്ഠാനം എന്തിന് എന്ന് ചിന്തിക്കുന്നില്ല. അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇത് ദൈവത്തിന് കൊടുക്കുന്ന ഒരു കൈക്കൂലിയാക്കി മാറ്റി. ഇതുപോലെയാണ് പ്രാർത്ഥന. അതെ, കോണ്ടക്ച്വലി അതും കൂടെ ഒന്ന് പറയണം. എന്താണ് അത് തേങ്ങ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തേങ്ങ ഉടവയ്ക്കൽ. ഗണപതി എന്ന് പറയുന്നത് ഒരു വലിയ വയറും ആനച്ചെവിയും ഒടിഞ്ഞ കൊമ്പും വെച്ചിരിക്കുന്ന ഒരു ദേവനൊന്നും അല്ലത്. ഗണാനാം പതി ഗണപതി എന്നാണ്. ഗണം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളുടെ ഗണം: ഭൂമി, ജല, അഗ്നി, വായു, ആകാശം. ആഹാരം, വെള്ളം, ചൂട്, വായു, ഉറക്കം. ഇത് 5ഉം ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. ഈ 5 ഭൂതങ്ങളുടെ, പഞ്ചഭൂതങ്ങളുടെ ഗണം, ആ ഗണമാണ് എൻ്റെ ശരീരവും മനസ്സും. അതിൻ്റെ ഒരു പതിയുണ്ട്. ആരാ? എൻ്റെ തന്നെ നിയന്താവ്, ഞാൻ എന്ന ഭാവം. അപ്പൊ ഗണാനാം പതി ഗണപതി. അങ്ങനെയെങ്കിൽ ഞാൻ ആരാ? നാം ഓരോരുത്തരും ഗണപതിയാണ്. എന്നാ പിന്നെ ഈ ഗണപതി എന്തിനാ? ഈ ഉള്ളിലുള്ള ഗണപതി എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞാൻ ഭയന്ന് ജീവിക്കുന്നത്. നമ്മുടെ കണ്ണാടി നോക്കുന്ന പോലെ. അതെ. അപ്പൊ എൻ്റെ ഉള്ളിലുള്ള ഗണപതിയെ, അല്ലെങ്കിൽ രൂപത്തിന് അതീതമായിട്ടുള്ള തത്വത്തെ അറിയാൻ ഗുരുക്കന്മാർ കൊണ്ടുവന്നു. അപ്പൊ അവിടെ തുമ്പിക്കൈ, അതിനും കഥയാണ്. ഒരു കഥ ഇങ്ങനെ ഒരു ആളിങ്ങനെ ഭയങ്കര ഭക്തിപൂർവ്വം പറയാണ്, പാർവതീ ദേവിയും ശിവഭഗവാനും നല്ല സുഖമായി ജീവിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ശിവൻ പുറത്തു പോകുന്നു. അപ്പോൾ പാർവതീ ദേവിക്ക് കുളിക്കണം. അപ്പോൾ കുളിക്കാനായിട്ട് പോകുമ്പോൾ കാവൽ നിൽക്കണ്ടേ? അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ ആരെങ്കിലും കയറി വരും. അപ്പൊ ദേവി കുളിക്കുമ്പോൾ കാവലിന് ആരുമില്ല. അങ്ങനെ ദേവി ചെവിയിൽ നിന്ന് അതിൻ്റെ അഴുക്ക് വാക്സ് എടുത്തിട്ട് അതിലൊരു രൂപമുണ്ടാക്കി. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, ഈ സ്ത്രീയുടെ ഹൈജീൻ സ്റ്റാൻഡേർഡ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചെവിയിൽ ഇത്രയും അഴുക്കം കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയുടെ ശുചിത്വബോധത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ ആയിക്കോട്ടെ, എന്നിട്ട് ഇതെടുത്തിട്ട് ഒരു കുട്ടിയെ ഉണ്ടാക്കി അത് അതിനൊരു ജീവൻ കൊടുത്തു. വിഷ്ണുവിന്റെയും കർണമരങ്ങളിൽ നിന്നാണ് മറ്റേ മധുകൈടഭന്മാർ എന്ന് പറയുന്ന, അതും അങ്ങനെ കഥ പറയുന്നു. കഥ ഇതാണ്. ഈ ഇത്രയും ഇതിന്റെ ഉള്ളിലൊക്കെ ആശയങ്ങളെ മനസ്സിലാക്കാതെ വരുമ്പോഴാണ് ഈ വേഷം ധരിച്ചിരിക്കുന്നവന്റെ മുന്നിൽ ചോദ്യം വരുമ്പോൾ ഇവന് എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിഡ്ഢിതങ്ങൾ പറയുന്നത്. എന്നിട്ടോ ഇതിന് ജീവൻ കൊടുത്തു. ജീവൻ കൊടുത്ത് അങ്ങനെ നല്ല സുന്ദരനായ ഒരു കുട്ടിയായി. ഈ ചെവിയിൽ അഴുക്കെടുക്കുന്ന വല്ല ഇലയോ എന്തെങ്കിലും എടുത്ത് ദേവിക്ക് സൃഷ്ടിക്കാമായിരുന്നല്ലോ. പോട്ടെ, എന്തായാലും അങ്ങനെയാണ് നമ്മുടെ ചരിത്രം പലതും, അല്ലെങ്കിൽ പാരമ്പര്യം. ശരീരത്തിൽ അഴുക്കെന്നും പറയുന്നുണ്ട്. അഴുക്ക് മൊത്തം കുളിച്ചപ്പോഴേക്കും വന്ന അഴുക്കെല്ലാം കൂടെ കുളിയാനും. അപ്പൊ വർഷങ്ങളായിട്ട് കുളിക്കില്ല ഈ സ്ത്രീ. ഇത്രയും അഴുക്ക് കെട്ടി നിൽക്കണം. എല്ലാ യോഗയിലും പറയുന്നത് നിത്യശുദ്ധി, ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, അങ്ങനെ പഞ്ചശുദ്ധികളിലൂടെയാണ് ദേവചൈതന്യത്തിലേക്ക് വളരേണ്ടത്. അപ്പൊ ഇതുമായിട്ട് എങ്ങനെയാ ചേരുക? ഇനി ഇതൊക്കെ ചോദിച്ചൂടല്ലോ, അതാണ് പ്രശ്നം. അപ്പൊ രണ്ടായാലും പിന്നെ ശിവൻ തിരിച്ചു വരുമ്പോ അപരിചിതനായ ഒരു കുട്ടിയെ നിൽക്കുന്നു. അപ്പോ
അകത്ത് കിടക്കില്ല. ഉടനെ ശിവന് ദേഷ്യം വന്ന് തലയിറക്കുന്നു. അങ്ങനെ ദേവി കരയുന്നു. ഒടുവിൽ തെക്കോട്ട് സഞ്ചരിച്ചിട്ട് ആദ്യം കാണുന്ന ജീവിയുടെ തല മുറിച്ചുകൊണ്ട് വരാൻ പറയുന്നു. അത് ആനയെ കണ്ട് ആന തല വെച്ചു എന്നൊക്കെയാണ്. എന്തെല്ലാം വിവരക്കേടുകളാണ്. അപ്പോൾ ഈ സർവസംഘപരിത്യാഗിയായ അല്ലെന്നുണ്ടെങ്കിൽ സർവശക്തനായ പ്രപഞ്ച നിയന്താവായ മഹാദേവനെ ദേഷ്യം വരുമോ? അതെ. അല്ലെങ്കിൽ തന്നെ ഈ കുട്ടി ആരെന്ന് സർവജ്ഞനായ ഈ കുട്ടി ദൈവത്തിനെ ഈ കുട്ടി ആരെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ലേ? അപ്പൊ ഇവിടെ നിന്ന് ചിന്തിക്കാൻ അവസരം കൊടുക്കുക ഇല്ല, ചോദിക്കാൻ അവസരം കൊടുക്കില്ല. പക്ഷെ സത്യത്തില് ഈ കഥകൾക്ക് മേലെ തുമ്പിക്കൈ എന്ന് പറയുന്നത് മൂലാധാരസ്തു ബ്രഹ്മരന്ധ്ര പര്യന്തം സുഷുപ്ന സൂര്യ ആഭ തന്തു സൂക്ഷ്മ കുണ്ടലിനി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവിദ്യ, ഞാനെന്ന ബോധം ആണ് നിങ്ങളെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ഞാനെന്ന അവിദ്യയിൽ നിന്ന് പിന്നെ ബ്രഹ്മമെന്ന വിദ്യയിലേക്ക് മാറണമെങ്കിൽ ഒരു ആദി ഗുരു വേണം. ആദി ഗുരു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ആദ്യമായി ഒരു ഗുരുത്വം, ഒരു ഗുരു എന്ന് പറഞ്ഞാൽ വെളിച്ചം. ആ വെളിച്ചം തെളിയണം. അതിനാണ് മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തി, ആ ശക്തി ഉണർന്ന് അത് 5 ആധാരങ്ങളെയും ഭേദിച്ച് ബ്രഹ്മരന്ധ്രത്തിലെത്തുമ്പോൾ ഒരു നാളി രൂപത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് സഞ്ചരിക്കുന്നത് കാണാം. ആ സഞ്ചാരപാതയിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുമ്പോൾ അത് ചൈതന്യവൽക്കരിക്കാൻ തുടങ്ങും. ആ യോഗ തത്വത്തെയാണ് ഇത് തുമ്പിക്കൈയായിട്ട് കാണിച്ചിരിക്കുന്നത്. പിന്നെ അത് ആദി ഗുരുവാണ്. ആദ്യമായി ശരീരത്തിൽ നടക്കുന്ന ഒരു ഗുരുത്വ ഭാവമാണ് ഇത്. വ്യക്തിയിലാണല്ലേ മാറ്റം, അല്ലാതെ പ്രപഞ്ചത്തിൽ നടക്കുന്ന മാറ്റം അറിഞ്ഞാൽ വ്യക്തിക്ക് എന്ത് ഗുണം? അപ്പൊ വ്യക്തിയിൽ മാറ്റം വരണം. യു ആർ വോട്ട് യു നോ. അപ്പോൾ അതാണ് ഗണപതി. പിന്നെ വലിയ വയർ എന്ന് പറയുന്നത് ജലന്ധരബന്ധനം, മൂലബന്ധനം, ഉദ്യാനബന്ധനം അത് സംഭവിക്കുമ്പോൾ മാത്രമേ കുണ്ടലിനി ഉണരൂ. അതായത് മഹാബന്ധനം. ഈ സമയത്ത് ഉദ്യാനബന്ധനത്തിൽ നാഭി സുഷുപ്നയ്ക്ക് ലംബമായി ഉയരും. അതാണ് ലംബോദരം എന്ന പേരുണ്ട്. മനസ്സിലായി? ഇതൊക്കെ യോഗ തത്വങ്ങളാണ്. പിന്നെ ചെവി താഴേക്ക് വലിയും. അത് ജലന്ധരബന്ധനം മുറുകുമ്പോഴാണ് ശ്രദ്ധയുടെ ഒരു ആണ്. പിന്നെ കണ്ണ് പതിയും, ഏകാഗ്രമായിട്ട് അത് ഭ്രൂമധ്യത്തിൽ പതിയും. ഇങ്ങനെ ഓരോന്നിനും ഓരോ പിന്നെ യോഗ തത്വങ്ങൾ ഈ സിംബലുകൾക്ക് പുറകിലുണ്ട്. അപ്പൊ രണ്ടായാലും അതാണ് ഗണപതി. ഇനി അത് വലിയൊരു വിഷയമായതുകൊണ്ട് നമുക്ക് വേറെ ഒരു ഗണപതി മാത്രമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. പിന്നെ ഗണപതിയുടെ വാഹനത്തെ കുറിച്ചും ഞാൻ മനസ്സിലാക്കിയുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ എലി എന്ന് പറയുന്നത് ഏറ്റവും വൈബ്രന്റ് ആയ ജീവിയാണ്. അപ്പൊ ആ ഒരു ചൈതന്യം പ്രവർത്തിക്കുന്ന രീതിയാണ് അതിന്റെ വാഹനം എന്നുള്ള രീതിയിലും. അതെ, യഥാർത്ഥത്തില് ഇതിന് എലിയെ കൊടുത്തിരിക്കുന്നതിന് യോഗതത്വത്തില് പ്രാണം സുഷുപ്നാം സംപ്രാപ്തേ നാദം അന്തശ്രൂയതേ അഷ്ടത എന്നാണ്. അപ്പോ തുറന്നു പോകുന്ന യെസ്. അപ്പോൾ മനസ്സിനെ ഏകാഗ്രമാക്കി സുഷുപ്നയിൽ ഒരു തുള ഉണ്ടാക്കണം. ആ സുഷുരത്തിലൂടെ പ്രാണനെ ബോധപൂർവം ഫോഴ്സ്ഫുള്ളി ബലം പ്രയോഗിച്ച് തന്നെയാണ് സന്നിവേശിപ്പിക്കേണ്ടത്. അപ്പൊ പ്രാണം മനോദ്വേദം ലയം നയദ്യോ മോക്ഷം സകച്ചത്. അങ്ങനെ പ്രാണൻ മനസ്സുമായിട്ട് ബോധപൂർവം യോജിപ്പിക്കുന്നവന് മാത്രമേ മോക്ഷം, മുക്തിയുള്ളൂ. ഗുരു പറയുന്നത് നരോ കഥഞ്ചി ധന്യ. അത് ചെയ്യാൻ കഴിയാത്തവരാരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ട. ഞാൻ പറഞ്ഞതല്ല, പതഞ്ജലിയും സ്വാത്മാരാമനും ഒക്കെ പറഞ്ഞതാണ്. അപ്പൊ അവരുടെ അനുഭവത്തിന്റെ കാര്യത്തിൽ, അറിവിന്റെ കാര്യത്തിൽ അവർക്ക് വിട്ടുവീഴ്ചകളില്ല. അപ്പോൾ ഈ വലിയൊരു പർവ്വതമാണെങ്കിൽ പോലും അതിനെ മറിച്ചിടാൻ ആർക്ക് പറ്റും? ഒരു കഥയില്ലേ, ഈ ഏറ്റവും ശക്തിയുള്ള മൂഷികസ്ത്രീയ എന്ന് പറഞ്ഞ, അതായത് പർവ്വതമാണെങ്കിൽ പോലും എലിയുടെ പ്രത്യേകം അവൻ തുളയുണ്ടാക്കി അത് വേണമെങ്കിൽ അത് മറിച്ച് ഡിസ്മാൻഡിൽ ചെയ്യും. ഇതുപോലെ നമുക്ക് ഞാനെന്ന് പറഞ്ഞു നിൽക്കുന്ന ഈ ഈഗോ, അഹങ്കാരത്തിന്റെ പർവ്വതത്തെ അല്ലെങ്കിൽ അജ്ഞതയുടെ പർവ്വതത്തെ സൂക്ഷ്മമായ സുഷിരങ്ങൾ ഉണ്ടാക്കി അതിൽ പ്രാണനെ സന്നിവേശിപ്പിച്ച് പഞ്ചഭൂതങ്ങളെ ഉണർത്തി നിയന്ത്രിച്ച് ഗണപതിയായാൽ ആ യാത്ര മൂഷികരൂപമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ എലി എന്ന ഒരു സിമ്പൽ അതിന് കൊടുത്തിരിക്കുന്നത്. അതിനപ്പുറം വേറെ കാര്യമില്ല. അത് നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന, അല്ലെങ്കിൽ നോക്കിയാൽ മതി, നമ്മുടെ പർവ്വതാകാരമായിട്ടുള്ള അഹങ്കാരത്തെയും അജ്ഞതയും പ്രാണന്റെ സൂക്ഷ്മ കണങ്ങൾ കൊണ്ട്, എലിയുടെ പല്ലുകൊണ്ട് അതിനെ തുറന്ന് സർവദ്വാരാണി സംയമ്യ മനോഹൃതി നിരുദ്ധേജ മൂർധന്യാതായ മനഃ പ്രാണമസ്ഥിതോ യോഗധാരണം, ഭഗവത്ഗീത. ഇതെല്ലാം സിമ്പിൾ വെച്ച് പഠിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ ഒരെണ്ണം കാണുമ്പോൾ ബുദ്ധിയുള്ളവൻ വിശ്വസിക്കുന്നതിനപ്പുറം അവൻ ചോദ്യം ചെയ്യും. ഭാരതം എന്ന നാട്, ആ സംസ്കാരം
വിശ്വസിക്കാൻ ആരെയും പഠിപ്പിച്ചിട്ടില്ല. അത് ഈ അടുത്ത സെമിറ്റിക് മതങ്ങളുടെ വരവിലാണ് വിശ്വസിക്കാൻ പറഞ്ഞത്. അതിന്റെ ചുവട് വെച്ച് ഇവിടുത്തെ ഒരു ലേബൽ, ഒരു വൈദിക ഗ്രൂപ്പ് ഇവർ രാജാവിനെ ഹൈജാക്ക് ചെയ്ത് ഈ പിന്നെ ഹിന്ദു ധർമ്മത്തിലുള്ള സർവ്വ സിംബലുകളെയും ഈ ഹൈജാക്ക് ചെയ്ത്, എന്നിട്ടത് ഞങ്ങളാണ് ഇതിന്റെ ഉസ്താക്കന്മാര്, ഞങ്ങളിലൂടെയേ ഇതിലേക്ക് പോകാവൂ. അത് തന്നെയല്ലേ മറ്റു മതങ്ങളും ചെയ്തത്. അതിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു അബദ്ധമാണിത്. പൈതൃകമായി അല്ലെങ്കിൽ നമ്മുടെ ഫണ്ടമെന്റലി ഭാരത പൈതൃകം, ഹിന്ദു സംസ്കാരം പറഞ്ഞത് ചോദ്യം ചെയ്യാനാണ്. എന്തിനേയും ചോദ്യം ചെയ്യുക ആണ്. ചോദ്യം ചെയ്ത് ഉത്തരം കണ്ടെത്തുക. ഉത്തരം കണ്ടെത്തിയാലോ പിന്നെ അത് അനുഭവിക്കണം. അനുഭവം വരാതെ അഹം ബ്രഹ്മസ്മി, ഈശ്വരനെയാണ് അന്വേഷിക്കുന്നത്. ഈശ്വരനെ വിശ്വസിക്കാൻ ഭാരതത്തിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ വിശ്വാസമില്ലാതെ അന്വേഷണം ഇല്ലല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് ഹിമാലയം ഒരു സ്ഥലമുണ്ട്, കേട്ടു, ശരിയാണ്, ഒരുപാട് വിശ്വാസയോഗ്യമായ ആൾക്കാർ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട്, അതുവരെ നമുക്ക് വിശ്വാസമാണ്. ഓക്കെ, എൻ്റെ കൂട്ടുകാരൻ പോയിട്ട് വന്നു, അവനെ എനിക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പറഞ്ഞു അത് ഇങ്ങനെയൊക്കെയാണ്, ശരി, ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എൻ്റെ അനുഭവമായോ? ഇല്ല. എന്നാൽ എപ്പോഴെങ്കിലും എനിക്കത് അനുഭവമാകണം എന്നുണ്ടെങ്കിൽ ഈ വിശ്വാസത്തെ പിന്തുടർന്ന് ഞാൻ അവിടെ എത്തണം. എത്തുമ്പോൾ അത് അനുഭവമാണ്. ഇതുപോലെ ഈശ്വരൻ എന്ന തത്വം, അഖണ്ഡമായ ഒരു ചൈതന്യം ഉണ്ട് എന്ന് അനുഭവിച്ചറിഞ്ഞ ഗുരുക്കന്മാർ ഉപാധികളില്ലാതെ നമ്മോട് പറഞ്ഞു ഇതെന്ത്. അപ്പൊ അതുവരെ നാം വിശ്വസിക്കുകയാണ്, അവരെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് അവർ പറഞ്ഞു ഇത് ശ്രുതിയാണ്, നീ കേട്ടതേ ഉള്ളൂ, ഇനി എന്ത് വേണം? യുക്തി, അനുഭവം. അത് കേട്ട് എന്നിട്ട് യുക്തിപൂർവം ചിന്തിക്കണം. ഭഗവത്ഗീതയിൽ എവിടെയെങ്കിലും വേദവ്യാസ മഹർഷിക്ക് ഒരു സംശയം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല. കൃഷ്ണൻ എന്ന ഒരു ഉപാധി സൃഷ്ടിച്ച് എല്ലാവരും കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കുന്നു. ഈ കൃഷ്ണനെ സൃഷ്ടിച്ചതാരാ? സത്യത്തിൽ കൃഷ്ണനെ സൃഷ്ടിച്ചത് ഒരു ബുദ്ധിരാക്ഷസനായ മനുഷ്യനാണ്. വേദവ്യാസൻ എന്ന മുനി, മഹാമാമുനിയാണ് ഈ കൃഷ്ണൻ എന്ന ഈശ്വരനെ സൃഷ്ടിച്ചത്. അതാരും അംഗീകരിക്കില്ല. പോട്ടെ. അപ്പോൾ ആ കൃഷ്ണനിലൂടെ വേദവ്യാസ മഹർഷി അർത്ഥശങ്കയ്ക്കില്ല ഇടയില്ലാതെ എല്ലാം വ്യാഖ്യാനിച്ചിട്ട് അവസാനം പറഞ്ഞത് എന്തെന്നറിയാമോ? വിമർശ്യത ശേഷേണ. എടാ, നീ എന്നെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യും, ചോദ്യം ചെയ്യും, എന്നിട്ട് യഥേച്ഛസി തഥാ ഗുരു, നിന്റെ സൗകര്യം പോലെ ചെയ്യും. എങ്ങനെയുണ്ട്? അപ്പോൾ കേട്ടു, യുക്തിപൂർവം വിമർശനാത്മകമായി ചിന്തിച്ചിട്ട് നീ ഒരു തീരുമാനം എടുക്കുക. അല്ലാതെ വിശ്വസിക്കാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെയും നമ്മൾ ചെയ്യുന്നത് ഈ വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ വിശദമായി ഗ്രഹിക്കേണ്ടത് ഏതോ അതാണ് വിഗ്രഹം. ഇംഗ്ലീഷുകാരൻ ഐഡിൽ എന്ന വാക്കുണ്ടാക്കിയത് നിന്നാണ്. There is an object which is containing a profound idea is called idol. ഇംഗ്ലീഷിൽ വിഗ്രഹത്തിന് ഐഡിൽ എന്ന പേര് വന്നത് അങ്ങനെയാണ്, ഇന്ത്യക്കാരൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തേങ്ങ ഉടയ്ക്കുന്ന കാര്യത്തിലേക്ക് വന്നാൽ, തേങ്ങ എന്ന് പറയുന്നതിന് 3 കണ്ണുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്? 2 കണ്ണും അടഞ്ഞായിരിക്കുന്നത്. അത് കിളിർക്കുന്നത് അതിൽ ഒരു കണ്ണേ കിളിർക്കും. നമുക്കുണ്ട് 3 കണ്ണ്. 2 കണ്ണ് ഭൗതിക ബോധം തരുന്നത് തുറന്നിരിക്കുകയും ആത്മബോധം, അതീന്ദ്രിയ ബോധം തടഞ്ഞിരിക്കുന്നത് അടഞ്ഞിരിക്കുകയും. അപ്പോൾ എല്ലാ യോഗശാസ്ത്രവും അല്ലെങ്കിൽ എല്ലാ മനോവ്യാപാര സംവിധാനങ്ങളും പിന്നെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്താ? അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നത് ഗോ ബിയോണ്ട് യുവർ സെൻസസ്, അതീന്ദ്രിയ ബോധം ഉണ്ടാക്കുക. അതീന്ദ്രിയ ബോധം ആക്ടിവേറ്റ് യുവർ 6th സെൻസ്, യോഗ ദൃഷ്ടി തുറക്കുക. 3-ാം കണ്ണ് അടഞ്ഞിരിക്കുന്നത് ജന്മന, അത് തുറക്കാനാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. തേങ്ങയിലോ നാച്ചുറലി അത് തുറന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് തെങ്ങിന് നമ്മൾ കൽപ്പവൃക്ഷം എന്ന് പറയുന്നത്. അല്ല, ഞാൻ ചോദിച്ചത് അത് കൽപ്പമാണല്ലോ. അല്ല, അതിന്റെ ഒരു പ്രത്യേകത കാലത്തെ അതിജീവിക്കുന്നതും അതിൽ ഉപയോഗം ഇല്ലാത്ത ഒരു സ്ഥലമില്ല. അല്ല, അത് വരുന്ന 3-ാം കണ്ണിൽ കൂടെയാണ്, അത് കിളുത്ത് വരുന്ന 3-ാം കണ്ണിലൂടെയാണ്. അപ്പൊ ഈ തേങ്ങയ്ക്ക് 2 കണ്ണും അടഞ്ഞിരിക്കുകയും 3-ാം കണ്ണ് തുറന്നിരിക്കുകയും ചെയ്യുന്നു. നമുക്ക് 3-ാം കണ്ണ് അടഞ്ഞിരിക്കുകയും 2 കണ്ണ് തുറന്നിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമുക്ക് തേങ്ങയെ പ്രതിബിംബമാണ്, അതൊരു സിമ്പലാണ്. അപ്പോൾ തേങ്ങയിൽ നിന്ന് കിളുത്ത് വരുന്ന 3-ാം കണ്ണ്, അതാണ് നമുക്ക് തുറക്കേണ്ടത്. ഇനി എവിടെയാ തുറക്കേണ്ടത്, എങ്ങനെയാ തുറക്കേണ്ടത്? നമുക്ക് ഗണാനാമ്പതി 5 ഗണങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകണം. അപ്പോൾ 6-ാം ഇന്ദ്രിയം തുറക്കാൻ തുറന്ന ആളാണ് ഒരു ബിംബമായി നിൽക്കുന്നത്, വിഗ്രഹമായി നിൽക്കുന്ന ഗണപതി. അപ്പൊ അവിടെ ഞാൻ തേങ്ങ എടുത്തിട്ട് പറയണേ, ഈ ഒരു ആശയം എന്തിനാ? ഇല്ലെങ്കിൽ ഇത് എത്രയോ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. പുസ്തകത്തിൽ എഴുതി വെച്ചാൽ അത് ചിലപ്പോൾ നശിപ്പിക്കപ്പെടാം. നമ്മുടെ
പല ഗ്രന്ഥങ്ങളും, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഉം. ഈ ഇൻവേർട്ടേഴ്സ് കത്തിച്ചു കളഞ്ഞു. അതെ അതെ. തണുപ്പ് വല്ല മാസങ്ങളോളം കത്തി. ലൈബ്രറികൾ നിന്ന് കത്തി. എന്താണ്, അവരെ മതത്തിൽ പുസ്തകം ഇല്ല. ഇല്ല. എത്ര കഷ്ടപ്പാട്. അതെ. എന്തെങ്കിലും വിഗ്രഹം കണ്ടാൽ തല്ലി ഉടയ്ക്കുകയാണ്. അത് ചെയ്തു വലിയതാണ്. ആണ്. അപ്പോൾ അവിടെയാണ് മത അന്ധത. മതബോധമല്ല, അത് മത അന്ധതയാണ്. അപ്പോൾ ഇവിടെ ഈ തേങ്ങ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആചാരമായി ഗുരുക്കന്മാർ സജീവമായി നിലനിർത്തിയത് നിങ്ങൾക്ക് അതീന്ദ്രിയമായി പോകാമെന്നും ആ അതീന്ദ്രിയ അവസ്ഥയിൽ നിങ്ങൾക്ക് പ്രപഞ്ചത്തിൻ്റെ ആ ഒരു ഉണ്മയെ ആനന്ദപൂർവ്വം അനുഭവിക്കാമെന്നുള്ളതിൻ്റെ സിമ്പലുകളാണ്, ബിംബങ്ങളാണോ വിഗ്രഹങ്ങളാണ് ഇത്. അപ്പോൾ ഒരു തേങ്ങ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് മൂന്നാം കണ്ണ് എനിക്കുണ്ട്. ഇനി അത് എറിഞ്ഞു പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവബോധം, അഹങ്കാരം, പരിമിതമായ ഞാനെന്നും എൻ്റേതെന്നുള്ള ബോധം പൊട്ടിക്കാതെ എനിക്ക് അഖണ്ഡതയിലേക്ക്, അവിദ്യയിൽ നിന്ന് വിദ്യയിലേക്ക് മാറാൻ കഴിയില്ല. അപ്പൊ ഈ തേങ്ങ ഗണപതിക്ക് ഉടയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഷെല്ല് പൊട്ടുന്നത് എൻ്റെ ഈഗോയാണ് പൊട്ടുന്നത്. ഇനി ഗണപതിക്ക് ഉടച്ച തേങ്ങ ആർക്കാ അവകാശം? പരമ്പരാഗതമായി അതിന് അവകാശികളില്ല. ആർക്കും ഒരു പീസ് എടുത്ത് കഴിക്കാം. അതുവരെ ഉടയ്ക്കുന്നത് വരെ അവൻ്റെ കയ്യിലുള്ളൂ, അവൻ്റെ ഉടമസ്ഥാവകാശം. ഗണപതിക്ക് ഉടച്ചു കഴിഞ്ഞാൽ അത് ആൾക്കാർക്ക് എടുക്കാം, അതിലെ വീണ് പട്ടിക്ക് പൂച്ചയും തിന്നാം. പക്ഷെ ഇപ്പൊ വീണ്ടും അത് മാറി, അതിനവിടെ ഈ കോൺട്രാക്ട് എടുത്ത ആൾക്കാരുണ്ട്, അതെടുത്തിട്ട് വീണ്ടും എണ്ണയാക്കി. ഓക്കെ, ഇവിടെയൊക്കെയാണ് നമ്മുടെ ആശയത്തിന്റെ ആ ദുർവ്യാഖ്യാനങ്ങളോ ദുരുപയോഗങ്ങളോ വരുന്നത്. അപ്പൊ തേങ്ങ എന്ന ഒരു പ്രതീകം ഇങ്ങനെ ഞാൻ എന്ന അഹങ്കാരത്തെ പൊട്ടിക്കുന്നു. എന്തിന്? എൻ്റെ ആത്മബോധമായ മൂന്നാം കണ്ണ് തുറക്കാൻ. ആരുടെ മുന്നിൽ? ഗണാനാംപതി ഗണപതി. ആ ആശയത്തിന് മുന്നിൽ വിഗ്രഹം. ഞാനത് വിശദമായി ഗ്രഹിച്ചാൽ പിന്നെ ഞാൻ ആരായി? അതായി. യു ആർ വാട്ട് യു നോ. എത്ര തന്ത്രപരമായാണ് നമ്മുടെ ഈ ആഘോഷങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ ആത്മബോധത്തിലേക്ക് നയിക്കുന്നതെന്ന് ആ ഗുരുക്കന്മാരുടെ ആ ഒരു ബുദ്ധിയൊന്നും ആലോചിച്ച് നോക്കിയേ. ഇവിടെയാണ് ഈ ആഴത്തിൽ പോകുമ്പോൾ ഈ വിമർശിക്കാനും നിഷേധിക്കാനും ഏത് വിഡ്ഢിക്കും കഴിയും. പക്ഷേ ആഴത്തിൽ പഠിച്ച് അതറിയുമ്പോൾ അത് ചെയ്യുന്നത് ഇപ്പോൾ ആധുനിക ശാസ്ത്രജ്ഞന്മാരാണ്. അവരിതിനെ പണ്ട് മനസ്സെന്ന മാധ്യമം ഉപയോഗിച്ചറിഞ്ഞ കാര്യങ്ങൾ ഇന്ന് മെഷീൻ, യന്ത്രങ്ങൾ ഉപയോഗിച്ച് ആൾക്കാരെ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആധുനിക ശാസ്ത്രജ്ഞന്മാർ, അതായത് ഉദാഹരണത്തിന് നമ്മുടെ സ്വിറ്റ്സർലൻഡിൽ സേൺ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടുത്തെ അതെ ഹാഡ്രോൺ കൊളൈഡറൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ലോകത്തിലെ ഏകദേശം 100-ൽ പരം രാജ്യങ്ങളിൽ നിന്നുള്ള ഹൈ ലെവൽ സയന്റിസ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ അവിടുത്തെ കോർട്ട്യാർഡിൽ വെച്ചിരിക്കുന്ന പ്രതിമ ഏതാണ്? നടരാജനാണ്. അവിടെ ഒരു ആറ്റമോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ ശാസ്ത്രജ്ഞന്റെ പ്രതിമയല്ല വെച്ചത്, അവിടെ നടരാജ നൃത്തമാണ് വച്ചത്. അതിൻ്റെ അടുത്ത് ഒരു ശിലാഫലകമുണ്ട്. അതിൽ ഡോക്ടർ ഫ്രിജഫ് കാപ്രയുടെ ആ ഒരു താളത്തെക്കുറിച്ച്, ചലനത്തെക്കുറിച്ചുള്ള ഒരു കമന്റാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ചുമ്മാണോ ചെയ്തത്? അപ്പൊ അവിടെ ഇരിക്കുന്നവർ അന്ധവിശ്വാസികളാ? ഇതിന്റെ ആഴങ്ങൾ അന്വേഷിക്കുന്നവൻ കണ്ടെത്തും. ഇല്ലാത്തവൻ പറയും എന്താ ഇതൊക്കെ, വെറും വേണമെങ്കിൽ തല്ലി ഉടയ്ക്കാൻ പറയും. അത് ഇവിടെ ഇടയ്ക്ക് ചില ആൾക്കാർ പറയുന്നുണ്ട്. കാരണം ഈ ഭാരതത്തിലെ സയന്റിസ്റ്റുകൾ പോയപ്പോഴും അവിടെ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത സാധനം അവിടെ വെറുതെ വെച്ചേക്കുകയാണ്. പക്ഷേ കാപ്രയെ കുറിച്ചൊന്നും ചിന്തിക്കില്ല. കാപ്രയെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോഴേ എൻ്റെ ഒരു പഴയ സ്റ്റുഡൻ്റ് ഉണ്ട്, പുള്ളിക്കാരി ഫിസിക്സിൽ PhD ആണ്, ഇപ്പോൾ അസിസ്റ്റന്റ് കളക്ടറാണ്. പുള്ളിക്കാരി എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് സാറിനെ പോലെ എന്നെ ഉയർന്ന വായനയുടെ ലോകത്തിലേക്ക് നയിച്ച ഒരാളുടെ ഈ സ്യൂഡോ സയൻസ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞ കാപ്ര ഞാൻ ക്ലാസ്സിൽ നിന്ന് വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫസർ എന്നെ പുറത്താക്കുമെന്നാണ് ആ കുട്ടി പറഞ്ഞത്. ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടത് കേട്ടപ്പോഴും. അതും ശരിയല്ലേ? ശരിയാണ്. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ എന്താണ് വഴിപാട് പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തല്ലു കിട്ടൂല. അതെ അതെ. ഇപ്പം ഈ ശബരിമല, എന്താണ് തിരുപ്പതി, പളനി, ഇവിടെയൊക്കെ ഈ അമിതമായിട്ട് നിങ്ങൾ വഴിപാട് നടത്തരുത്, അവിടെ പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞാൽ തല്ലാൻ വലിയൊരു വിഭാഗം ആൾക്കാർ വരും. കാര്യം എന്താ? അതുകൊണ്ട് ഉപജീവനം നടത്തുന്നവരാണ് ഈ തെല്ലാൻ വരുന്നത്. ഇതുപോലെ ആധുനിക ശാസ്ത്രം വിറ്റ് ജീവിക്കുന്ന സോ കോൾഡ് സയന്റിസ്റ്റുകൾ. ക്ഷേത്രങ്ങൾ മാത്രമല്ല, ഇൻഡിവിജ്വലായിട്ട് ദൈവങ്ങളെ പർട്ടിക്കുലർ ആയിട്ട് ഇങ്ങനെ വിറ്റുപോകുന്ന ഒരു കാലം കൂടെയാണത്. കാരണം ഓരോ ദൈവങ്ങളെ എടുത്തിട്ട് അവരുടേതായ ഒരു ഇത് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ കൂടെ നിന്നില്ലെങ്കിൽ പോക്കാണെന്നുള്ളതാണ്. അല്ല, ഇത് തന്നെ ആധുനിക ശാസ്ത്രവും ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും അറിവിനോടൊപ്പം വ്യാപാരം ഉണ്ടാവും. അപ്പോൾ അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ സർട്ടിഫിക്കറ്റുള്ള അല്ലെങ്കിൽ PhDയോ അല്ലെങ്കിൽ ഏതെങ്കിലും സർട്ടിഫിക്കറ്റുള്ള ഒരു പ്രൊഫസർ എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നതാണ് ശരിയെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്?
അതല്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഉപജീവനം മുട്ടിയില്ലേ. അതെ അതെ അതെ. അതാണ് ശങ്കരാചാര്യൻ പറഞ്ഞ ഉദരനിമിത്തം ബഹിർദവേഷം. ഇതെല്ലാം ഉദരനിമിത്തം. ഒരുപക്ഷെ നമ്മളെ അങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഈ കാണിക്കുന്ന അഭ്യാസങ്ങളെല്ലാം ജീവിക്കാൻ വേണ്ടിയാണ്. അതെ, അറിഞ്ഞവൻ പറയും അതെ, അറിയാത്തവൻ പറയും അങ്ങനെയല്ല, ഞാൻ ലോകത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ലോകത്തിന് വേണ്ടിയാണെങ്കിൽ ഡോക്ടർമാരെന്തിനാ പിന്നെ രോഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്? പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള വ്യക്തമായ പ്രകൃതിദത്തമായ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാതെ മരുന്നിനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? പുതിയ പുതിയ രോഗങ്ങൾ ഉണ്ടാവണല്ലോ. അപ്പോൾ എന്നാലേ അവർക്ക് കച്ചവടം നടക്കുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഇടയ്ക്ക് ടി വിയിലൊരു പരസ്യമുണ്ട്, അതായത് ഡെന്റിസ്റ്റുകൾ ശുപാർശ ചെയ്യുന്ന പേസ്റ്റ്. അപ്പൊ ഞാൻ പലരോടും ചോദിച്ചു, കാര്യം ഒരു ഡെന്റിസ്റ്റും ആഗ്രഹിക്കില്ല ആർക്കും പല്ലുവേദന വരില്ലേ എന്നാലും ആഗ്രഹിക്കില്ല. അതിൽ നിന്ന് ഒത്ത് ആ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഇപ്പൊ നമ്മുടെ ചിന്തയും ബാഹ്യമായിട്ട് പോയാൽ അത് അവിദ്യയിലാണ്. അതെ അതെ. അപ്പോൾ ഈ ലോകം ഇങ്ങനെയൊക്കെ കാണുന്നെങ്കിലും ഇത് തർക്കത്തിന് വേണ്ടി അവസരത്തിന് വേണ്ടി സംസാരിക്കാമെങ്കിലും അനുഭവത്തിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ പ്രൊഫസറും ഉൾക്കൊണ്ടവനും നിഷേധിച്ചവനും എല്ലാം നമ്മളെ സമയത്തോളം ആഴത്തിലറിഞ്ഞാൽ ഒന്ന് തന്നെയാണ്. അതെ അതെ അതെ. അതുകൊണ്ടാണ് ഭഗവത്ഗീത കൃത്യമായിട്ട് പറഞ്ഞത്. ഇപ്പോൾ ഫ്രിജക്കാപ്പറയ്ക്ക് അത് മനസ്സിലാകാൻ കാര്യം ശാസ്ത്രത്തിന് ഒരു പരിധി ഉണ്ടെന്നും അതിനപ്പുറത്തേക്ക് അന്വേഷിച്ചുകൊണ്ടാണ് അദ്ദേഹം ടിബറ്റിൽ വന്നിട്ട് 6-7 കൊല്ലം അദ്ദേഹത്തിന്റെ ആന്തരികമായ മനനത്തിന് ഉപയോഗിച്ചത്. അതിന് ശേഷിയോ പിന്നെ താല്പര്യമോ ഇല്ലാത്ത ആൾക്കാർക്ക് അവരെ ഇദ്ദേഹത്തെ നിഷേധിച്ചല്ലേ മതിയാവും. അതുപോലെ തന്നെ നമ്മുടെ പല മത ആചാര്യന്മാരെയും അവരുടെ യഥാർത്ഥ ഫോളോവേഴ്സ് അംഗീകരിച്ചിട്ടില്ല. അതെല്ലാ മതത്തിലും ഉണ്ട്. യഥാർത്ഥ മതത്തിൽ പറയാൻ അങ്ങനെയല്ല, ഞാൻ എൻ്റെ അമ്മയാണ് ഇതിനെ പ്രാർത്ഥിക്കുന്നത്, സഹോദരനാണ് പ്രാർത്ഥിക്കുന്നത്. ഇതിനകത്ത് ഈ ഓരോ മതത്തിലും എന്തിനാ അവാന്തര വിഭാഗങ്ങളുള്ളത്? അപ്പൊ അവനവന്റെ കച്ചവടം നടക്കുക, അതിനു വേണ്ടിയിട്ടാണ്. അത് അറിഞ്ഞിട്ടാണ് ഗീത പറഞ്ഞത് സമശത്രൗച മിത്രൗച. നിനക്ക് ആതീന്ദ്രിയമായ അവസ്ഥയിലേക്ക് ഈശ്വരാവസ്ഥയിലേക്ക് പോകണമെങ്കിൽ ശത്രുവും മിത്രവും നിനക്ക് ഒരുപോലെ ആകണം. മാനവും അപമാനവും ഒരുപോലെ, ശീത ഉഷ്ണ സുഖ ദുഃഖ സമസംഗ വിവർജിത, സമമായി ദർശിക്കുന്നവനാണ് സമദർശി, അല്ലെങ്കിൽ ആ അനുഭവത്തെയാണ് സമാധി. സമമായി സ്ഥിതി ചെയ്യുന്നതാണ് സമാധി. അപ്പൊ മനസ്സിനെ സ്ഥിരമായ ഒരു അവസ്ഥയിലേക്ക് സമമായി നിർത്തുമ്പോൾ ഞാൻ സമാധി അനുഭവിക്കുകയാണ്. ഇതെല്ലാം ശരിയാണ്. സമ്യക്കായി നശിക്കുന്നത് സന്യാസി, സമ്യക്കായി സ്ഥിതി ചെയ്യുന്നത് സമാധി, സമ്യക്കായി അറിയുന്നത് സ്വാമി, അറിയുന്നവൻ സ്വാമി, ഇത് സ്വമ്മിനെ അറിയുന്നവൻ സ്വാമി. അപ്പൊ ഇതെല്ലാം ഓരോ ഭാഷയുടെ പ്രത്യേകിച്ചുള്ള തലങ്ങൾ ആഴത്തിൽ നോക്കിയാൽ ഇതെല്ലാം ഒന്ന് തന്നെ. ഈ ഇടയ്ക്ക് എൻ്റെ അച്ഛൻ ഇങ്ങനെ പറയുമായിരുന്നു, ആഹാരത്തിനെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് അവിടെ വീട്ടിൽ കൂടെ തർക്കങ്ങൾ നടക്കും. അപ്പോൾ അച്ഛൻ ആയുർവേദ വൈദ്യനും കൂടെ. അപ്പോൾ ചിലർ പറയും അതാണ് ശരി, ഇതാണ് ശരി, ഈ ആഹാരത്തിനോടൊപ്പം ഇത് ചേരില്ല, അങ്ങനെ ഇങ്ങനെ. അവസാനം അച്ഛൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് പറയും, അവനവൻ അഗ്നിബലത്തിന് തക്കതാം ആഹാരം. അതായത് നമ്മുടെ അഗ്നിബലത്തിന് നമുക്കൊരു ദഹന ശക്തിക്ക് അനുസരിച്ചിട്ട് ആഹാരം കഴിക്കുക, അതാണ് യുക്താഹാരം. അതല്ല സൈനികർക്ക് പ്രത്യേകിച്ച് ആഹാരം, അല്ല സന്യാസിമാർക്ക് പ്രത്യേകിച്ച്. യുദ്ധസ്ഥലത്ത് പോകുന്നവന് അഗ്രസീവ് ആയിരിക്കണം, അവൻ കൂടുതൽ ചിന്തിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ആഹാരമാണ് വേണ്ടത്. അതുകൊണ്ടാണ് സാത്വികം രാജസികം താമസിക്കും എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിനെ സ്ഥിരമാക്കണമെങ്കിൽ അവൻ സ്ഥിരമായ മോളിക്കുള് കഴിക്കണം. ഇപ്പൊ ഞാനൊരു മാങ്ങ, ഒരു ചക്ക അല്ലെങ്കിൽ ഒരു കീര കഴിച്ച് ആ രണ്ടിന്റെയും ഫണ്ടമെന്റൽ നേച്ചർ എന്താണ്? അത് സ്ഥിരമായ ഒരു സ്ഥലത്ത് നിൽക്കുന്നു, അതിന് ബ്രെയിൻ ഇല്ല. അത് ചൂട്, വായു, ഭൂമി, ബലം ഇതെല്ലാം ചേർത്ത് ഒരു കോമ്പിനേഷൻ ഓഫ് എനർജി അതാണ് തരുന്നത്. അതൊന്നും ഞാൻ സ്പ്ലിറ്റ് ചെയ്തുണ്ടാക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ നിൽക്കുന്നതും ആ മൊബിലിറ്റി ഇല്ലാത്ത പിന്നെ എനർജിയാണ്. അതേസമയം ഒരു കോഴിയെ പിടിച്ച് കട്ടിച്ച് ഞാൻ തിന്നുമ്പോൾ ആ കോഴി എപ്പോഴും ചിന്തിച്ച് വൈബ്രന്റ് ആണ്. അതുപോലെ അതിന്റെ മരണവേദന, ദുഃഖം, തലച്ചോറ് എല്ലാം അതിനകത്തുണ്ട്. ഇതിൽ നിന്ന് കിട്ടുന്ന ഊർജം എപ്പോഴും സ്ഥിരമായി നിൽക്കില്ല. അപ്പൊ ധ്യാനിക്കണമെങ്കിൽ മനസ്സ് സ്ഥിരമാകണം. യൂറോപ്യൻസിന് പറഞ്ഞിട്ടുണ്ട്, യു ആർ വാട്ട് യു ഈറ്റ് എന്ന് പറഞ്ഞു. അതെ, അത് യൂറോപ്യൻസ് പറഞ്ഞാലേ ശാസ്ത്രമാവും. അന്നാത് ഭവന്തി ഭൂതാനി എന്ന് ഇവിടെ പറഞ്ഞത് മനസ്സിലാക്കി. അപ്പൊ രണ്ടായാലും ഇതെല്ലാം നമ്മുടെ തന്നെ മനസ്സിന്റെ ഓരോ നിലകളാണ്. ആ മനസ്സിനെ എവിടെ നിർത്തണം എന്നുള്ളത് നാം തന്നെ തീരുമാനിക്കേണ്ടതാണ്. അല്ലാതെ ഇപ്പോൾ വാഗ്വാദങ്ങളിലും
വിമർശനങ്ങളിലും നമ്മൾ ശ്രദ്ധ വെക്കുകയാണെങ്കിൽ നമ്മുടെ മനോവ്യാപാരം അതിൽ തന്നെ ആയിരിക്കും. അതല്ല ഈ സർവ്വചലനങ്ങൾക്കും അപ്പുറത്തേക്കുള്ള നിശ്ചലതയാണ് എനിക്ക് ആവശ്യമെങ്കിൽ പ്രപഞ്ചം ചലിക്കുകയാണ്, ശരീരം ചലിക്കുകയാണ്. മനസ്സിലായിട്ടില്ല? ശരീരം എന്ന വാക്കിന്റെ അർത്ഥം ശരീരതേ അനേന ഇത് ശരീര എന്നാണ്. അപ്പൊ അനുനിമിഷം ഇവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്, മ്യൂട്ടേഷൻ. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതിൽ നിശ്ചലത ഉണ്ടാവോ? ഇല്ല. അങ്ങനെ നിശ്ചലത നമ്മൾ ഇല്ലാതെ മാറ്റത്തെ അറിയാനും കഴിയില്ല. അപ്പൊ നമ്മുടെ ഈ മാറ്റത്തിന് വിധേയമായ ശരീരത്തിനും പ്രപഞ്ചത്തിനും അപ്പുറം നിശ്ചലമായി ഒരു തത്വമുണ്ട്. നിശ്ചല തത്വേ ജീവൻ മുക്തി. തത്വം എന്ന വാക്കിന്റെ അർത്ഥം പലരും പറയും തിയറിയാണ്, പക്ഷെ അതല്ല. അതിന്റെ ആഴത്തിൽ വേറൊരു തത്വം എന്നാണ്. അത് നീയാണ് എന്നാണ്. അപ്പോ ഞാൻ പറയുന്ന തത്വം സത്യത്തില് ഞാനാണ്. അതെ, തത് അത് ത്വം നീ അസിയാകുന്നു എന്നാണ്. അപ്പൊ ഞാൻ നല്ലൊരു കാര്യത്തെ അംഗീകരിച്ചാൽ അത് ഞാനാണ്. യു ആർ വാട്ട് യു തിങ്ക്. ഞാനൊരു ചീത്ത കാര്യത്തെയാണ് ഓർക്കുന്നതെങ്കിൽ ഞാൻ അതാണ്. അപ്പോൾ അതാണ് തത്വം. അപ്പൊ ഈ തത്വത്തെ നമ്മൾ നിശ്ചല തത്വേ, ആ സർവ്വചലനങ്ങൾക്കും അപ്പുറമായിട്ടുള്ള ആ ഒരു സ്റ്റെബിലിറ്റിയിൽ ഞാൻ ആയാൽ ഞാൻ തന്നെയാണത്. അതാണ് തത്വം, അതാകുന്നു. അത് ഗുരു ഉപദേശവാക്യത്തിൽ പറഞ്ഞത്. ഈ 4 വേദങ്ങളില് ആദ്യത്തേത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷണവാക്യമാണ്. അതിൽ ഒരു പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. അടുത്തത് ശരിക്കും അനുഭവവാക്യമാണ്. അഹം ബ്രഹ്മാസ്മി. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് ഞാൻ, എൻ്റെ അനുഭവം. മൂന്നാമത് പറയുന്നത് തത്വമസി ഉപദേശമാണ്. തത് ത്വം അസി എന്ന് പറയുന്ന. അപ്പൊ ഈ ഉപദേശം ഗുരുക്കന്മാർ തന്നിരിക്കുന്നത് ശരിക്കും നിശ്ചല തത്വത്തെ, നിശ്ചല തത്വേ ജീവൻ മുക്തി. നിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി കിട്ടണമെങ്കിൽ നീ ആ നിശ്ചലതയെ അറിയണം. നീ അതറിഞ്ഞാൽ അതാണ് നീ. അതിന് ഈ ബാഹ്യമായിട്ടുള്ള ഒരു വ്യാപാരവും നമ്മെ സഹായിക്കില്ല. അത് മനസ്സിനെ ഉള്ളിലേക്കെടുത്ത് അത് 5 ഇന്ദ്രിയങ്ങളെയും അടച്ച് 6ാം ഇന്ദ്രിയം തുറക്കുന്നവനും മാത്രം അനുഭവപ്പെടുന്ന ഒരവസ്ഥയാണത്. ഇല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കും, കേൾക്കും, വാദിക്കും, ചിന്തിക്കും, ഉറപ്പിക്കും, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും, അനുഭവം ഉണ്ടാവില്ല. അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സർവവും നിശബ്ദം. ആ മൗനത്തിലേക്ക്, അഗാധമായ സാന്ദ്രമായ മൗനത്തിലേക്ക് നമ്മൾ അമരും. അതാണ് മുനിത്വം. മുനി എന്ന് പറഞ്ഞാൽ മൗനത്തെ അവലംബിക്കുന്നവനാരോ അവനാണ് മുനി. ആ മുനിയിലൂടെ ത്വം, നീ മുനിയാകുമ്പോൾ മൗനത്തെ നീ കേൾക്കും. അപ്പൊ നിശബ്ദതയുടെ ശബ്ദം കേൾക്കുമ്പോൾ ആ ശബ്ദം പ്രകാശിക്കാൻ തുടങ്ങും. ഭയങ്കര രസമാണ് എഴുതിയിരിക്കുന്നത്. കപാലകുഹരേ മധ്യേ ചതുർദ്വാരസ്യ മധ്യമേ നാദാത്മാരാജിതേ തത്ര യഥാവ്യോംനീ ദിവാകര. എത്ര 1000 വർഷങ്ങൾക്ക് മുമ്പാണ് എഴുതിയ ഹംസയോഗ ചന്ദ്രിക പുസ്തകമാണ്. അതില് കപാല കുഹരേ മധ്യേ, കപാലം തലയോട്ടി, ആ തലയോട്ടി ഗുഹയുടെ മധ്യത്തിൽ ചതുർദ്വാരസ്യ മധ്യമേ, 4 ദ്വാരങ്ങളെ 1, 2, 3, 4 ഇങ്ങനെ ഒരു ചേർത്ത് വെച്ചാൽ തലച്ചോറിന്റെ മധ്യത്ത് അത് കൊള്ളും. ചതുർദ്വാരസ്യ മധ്യമേ പിറ്റ്യൂട്ടറി പീനിയൽ ഗ്ലാൻഡ് ഏരിയ. നാദാത്മാരാജിത, അവിടെ മനസ്സെത്തി കഴിഞ്ഞാൽ സ്വയം പ്രകാശിക്കുകയും ശബ്ദിക്കുകയും, നാദവും രജസും ഒരുമിച്ച് ശബ്ദവും പ്രകാശവും വരുന്നു. ഈ ശബ്ദവും പ്രകാശവും വരുന്ന ഒരേ ഒരു അവസ്ഥ നമുക്ക് പറയാം. ഏതാണ് ഒരുമിച്ച് വരുന്നത്? ഈ ഇപ്പം നമുക്ക് എക്സ്പ്ലോഷൻ. ഇപ്പൊ ഇവിടെ ലൈറ്റ് ഉണ്ട്, ക്യാമറയുണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം പ്രവർത്തിക്കുന്നത് 2 വയറിലൂടെ വരുന്ന കറണ്ടാണ്. അത് ബൾബിലാവുമ്പോൾ പ്രകാശം, ക്യാമറയിലാവുമ്പോഴത്തേക്കും ക്യാപ്ചറിങ്, പിന്നെ അടുത്തത് ടേപ്പ് റെക്കോർഡിലാണെങ്കിൽ വരുമ്പോൾ അത് ശബ്ദം, മോണിറ്ററിൽ വരുമ്പോൾ അത് വേറെ വിഷൻ. പക്ഷേ ഇത് രണ്ടിനെയും കണക്ഷൻ എടുത്തിട്ട് പരസ്പരം തൊട്ട് നോക്കിയേ, എന്ത് കിട്ടും? ശബ്ദവും പ്രകാശവും ഒരുമിച്ച് വരികയും ചെയ്യും, ഇതിന്റെ ഫ്യൂസ് അടിച്ചു പോവുകയും ചെയ്യും. പിന്നെ ഒരൊറ്റ ഓർഗനും പ്രവർത്തിക്കില്ല, അല്ലെങ്കിൽ ഒരു മെഷീനും പ്രവർത്തിക്കില്ല. ഇതുപോലെയാണ് മൂലാധാരത്തിൽ നിന്ന് 2 നാളികളിലായിട്ട് ഇവിടെ വന്ന് നേത്രസിരകളിൽ വന്നിട്ട് ഇത് 5ആയിട്ട് പിരിയും. ഒരു ഭാഗം കണ്ണ്, ഒരു ഭാഗം മൂക്ക്, ഒരു ഭാഗം ചെവി, ഒരു ഭാഗം നാവ്, ഒരു ഭാഗം ശരീരമാസകലം. ഇതിനെയാണ് പഞ്ചനാഗങ്ങൾ എന്ന് പറയും. നാഗപഞ്ചമി എന്ന് കേട്ടിട്ടുണ്ട്. അത് ഏതോ സ്വർണം മേടിക്കുന്ന പോലെ ഒരു ദിവസമാണെന്ന് ആൾക്കാർ നടക്കുന്നത്. ശരിക്കും
പഞ്ചനാഗങ്ങളുടെയും അടുത്ത തന്നെ സ്വർണ്ണമാക്കി ഇത്രയും ക്ഷേത്രത്തിൽ അതുപോലെ നാഗപഞ്ചമി ദിവസം തിരക്കി നടക്കുന്നുണ്ട് ആൾക്കാർ. അത് ഏതെങ്കിലും കഥകളിൽ എവിടെയെങ്കിലും വിറ്റ് ഒരു നാഗപഞ്ചമി നാളിൽ ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും, കാശടിക്കാനുള്ള പരിപാടിയാണ്. യഥാർത്ഥത്തിൽ നാഗപഞ്ചമി എന്ന് പറഞ്ഞാൽ പഞ്ചനാഗങ്ങളെയും ചമ്യക്കായി നമ്മുടെ ഭ്രൂമധ്യത്തിൽ കൊണ്ടുവരുമ്പോൾ ഈ രണ്ട് ഇളാബംഗള നാടികൾ 5ആയിട്ട് പിരിയുന്നത് ഇവിടെ വന്ന് ചേരും. ചേരുമ്പോൾ സൂര്യചന്ദ്രമസൂരൈക്യം ഹഠൈത്യവിധീയത. അവിടെ ഹ സൂര്യനും ഠ ചന്ദ്രനും, ഇത് രണ്ടും കൂടി ഭ്രൂമധ്യത്തിൽ തട്ടും. തട്ടുമ്പോൾ എന്ത് പറ്റും? അവിടെ ഒരു സ്പാർക്ക് ഉണ്ടാവും. ശബ്ദവും പ്രകാശവും ഒരുമിച്ച് വരുന്നതോടൊപ്പം 5 ഇന്ദ്രിയങ്ങളും ഫ്യൂസ് ആവും. ചിത്തവൃത്തി നിരോധ യോഗ. എന്താ കണക്ഷൻ നോക്കിയാണ്. അപ്പൊ ഇത് നമ്മുടെ ചെവിയിൽ നാദങ്ങളൊക്കെ കേൾക്കുന്നു പറയുന്നതും അത് ചെവിയല്ല കേൾക്കുന്നത്, അത് അടുത്ത ഭൂമികയിലേക്ക് മനസ്സ് പോകുന്നതാണ്. ഈ ചില പ്രവാഹമൊക്കെ പറയുന്ന ഒരു ഇതൊക്കെ നമുക്ക് ഭംഗ്യന്തരേണ അല്ലെങ്കിൽ അത് സാഹിത്യ ഭാഷയിൽ പറയാം. അപ്പോ പ്രാണം സുഷുമ്നാം സംപ്രാപ്തേ നാദം അന്തശ്രൂയതേ അഷ്ടത എന്ന്. അതായത് ഈ സ്പാർക്ക് നടന്നാൽ പ്രാണൻ സുഷുമ്നയിൽ കയറും, 5 ഇന്ദ്രിയങ്ങളിൽ നിന്നും വിടും. വിട്ടിട്ട് അത് സുഷുമ്നയിൽ പ്രവേശിക്കും. അങ്ങനെ പ്രവേശിക്കുമ്പോൾ 8 വിധത്തിൽ നാദങ്ങൾ ഉണ്ടാകും. ഖണ്ഡാദന്തുബിയും തുടങ്ങും. അതായത് ചെണ്ട തുടങ്ങുന്നതോ അല്ലെങ്കിൽ ഇടിവെട്ടുന്നത് പോലെയോ കടലിരുമ്പുന്ന പോലെ അങ്ങനെ 8 തരം നാദങ്ങൾ. 8 ഒരുമിച്ച് വരുമെന്നല്ല, ഏതെങ്കിലും ഒന്ന് നമുക്ക് അനുഭവപ്പെടും. എന്നാ വെച്ചാൽ ഇതല്ല, അതിന് സമാനമായ ഒരു ഭൂമികയിൽ നമ്മൾ എത്തും. പക്ഷേ ഇത് അഭ്യാസഫലത്താൽ തന്നെ സംഭവിക്കണം. അല്ലാതെ അപകടത്തിൽ സംഭവിച്ചാൽ സംഭവം കിളി പോകും. ഇങ്ങനെ പലർക്കും പറ്റിയിട്ടുണ്ട്. ഈ ചില ഇപ്പോൾ എൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്ന പലരും പറയുന്നുണ്ട്, ഗുരുജി ഈ ആരോ ഇങ്ങനെ ചെവിയിൽ എന്തോ പറയുന്നു. ഉന്മാദമാണ്, സ്കിസോഫ്രീനിയാണ്. കാരണം ഇത് ഇവരുടെ ഈ നാഡി മാറിപ്പോയി, എവിടെയോ എങ്ങനെയോ ഓസ്ട്രേലിയയിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ആക്സിഡന്റ് കഴിഞ്ഞ ശേഷം പുള്ളിക്ക് കുറെ റേഡിയോ സ്റ്റേഷൻസ് അകത്ത് കേൾക്കാൻ പറ്റും. ഇത് ഇവർ കണക്ട് ആവുന്നു. കാരണം ഈ പല നാഡീ കേന്ദ്രങ്ങൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ടെക്നിക്കലി എന്ന് ന്യൂറോപ്ലാസ്റ്റിസിറ്റിയാണ്. അപ്പൊ ഇത് ശരീരത്തിൽ കോടാനുകോടി നാഗങ്ങളുണ്ട്. നാഗങ്ങൾ വെച്ചാൽ എനർജി ക്യാൻ മൂവ് ഇൻ വേവ് പാറ്റേൺ. അപ്പൊ ഈ വേവ് പാറ്റേണിൽ ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ശക്തി പദങ്ങളുണ്ട്. ഇതെല്ലാം പ്രകൃതിയിലെ തന്നെ ഊർജ തരംഗങ്ങളുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഈ ചില ഈ ക്ഷേത്രകലകളിൽ ഈ നാഗങ്ങളെ വരച്ചിരിക്കുന്നത് ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വരകളാണ്. ഇത് യഥാർത്ഥത്തില് നമ്മുടെ ഗുരുക്കന്മാര് പറഞ്ഞിരിക്കുന്ന ഈ നാഗചലനങ്ങളാണ്. ഈ ഇതില് എനർജി എവിടെയൊക്കെയാണോ ഫോക്കസ്ഡ് ആകുന്നത്, ഇന്റർലിങ്ക് ആകുന്നു, അവിടെ ഒരു വേൾപൂൾ ഉണ്ടാകും, ഒരു മർമർ ഉണ്ടാകും. ഈ മർമറിനെയാണ് മർമ്മം എന്ന് വിളിക്കുന്നത്. അതായത് വെള്ളം ഇങ്ങനെ ഒഴുകി പോകണം എന്നൊക്കെ. അതിൽ നമ്മൾ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ചുഴി ഉണ്ടാവും. അപ്പൊ വെള്ളത്തിന്റെ ഒഴുക്കിനെ ഒരു ചെറിയ തടസ്സം കൊടുത്ത് അവിടെ ഒരു വേൾപൂൾ ഉണ്ടാക്കണം. ഇതുപോലെ ഈ ശരീരത്തിൽ ഇങ്ങനെ എനർജി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ ചില സ്ഥലങ്ങളിൽ ചെറിയ ബ്ലോക്കുകൾ വെച്ചിട്ടുണ്ട്. അതാണ് മർമ്മങ്ങൾ. ഈ മർമ്മങ്ങളെ പ്രാണൻ കൊണ്ട് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാം. അത് ഈ ചില കളരികളിൽ അതൊക്കെ ഉണ്ട്, മർമ്മത്തെ അടയ്ക്കുന്ന ചില പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ മർമ്മത്തിൽ താടനം കൊടുത്തു കഴിഞ്ഞാലും പല രീതിയിലുള്ള, അങ്ങനെയാണ് അക്യുപ്രഷറും അക്യുപങ്ക്ചറും ഉണ്ടാക്കിയത്. ഈ മർമ്മശാസ്ത്രത്തിനെ വേറൊരു രീതിയിൽ കൊണ്ടുപോയതാണ്. അപ്പൊ ഇവിടെ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഊർജ വ്യതിയാനങ്ങളാണ്. അത് ബോധപൂർവം നാം അതിനെ നിയന്ത്രിച്ചാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു നാദം ഞാൻ കേട്ട് കഴിയുമ്പോൾ എനിക്കത് ഏത് ഡയമെൻഷൻ ആണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അത് എൻ്റെ ശരീരത്തിനപ്പുറത്ത് പുറത്തു നിൽക്കുന്ന ഒരു ഡയമെൻഷനുമായിട്ട് ഞാൻ പെട്ടെന്ന് കണക്റ്റ് ആവും. അതാണ് യോഗം. അത് നിയന്ത്രണ വിധേയമായിരിക്കുമ്പോൾ യോഗസിദ്ധി എന്ന് പറയും, മനോന്മനി. എന്നാൽ ചിലർക്ക് ഈ അപകടം കൊണ്ടോ ശരീരത്തിലെ ചില രാസവ്യതിയാനങ്ങൾ കൊണ്ടോ ഇവർക്ക് ഇതുമായിട്ട് കണക്റ്റ് ആവും. അത് ഉന്മാദമെന്നാണ്. അത് നിയന്ത്രണമില്ല, അവർക്കത് വളരെ ബുദ്ധിമുട്ടാണ് ഹാൻഡിൽ ചെയ്യാൻ. അതാണ് രോഗം. എന്നാൽ മറ്റത് അതാണ് സത്യം. അതാണ് സത്യം. അപ്പൊ അങ്ങനെ ഒന്ന് പൊതിഞ്ഞു ചോദിച്ചതാണ്. കാരണം വെച്ചാൽ ഡയറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയും അതങ്ങനെയല്ല, മറ്റേതാണ്. പിന്നെ എങ്ങനെയാണ്? ഉടനെ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറയും. അപ്പൊ പിന്നെ കുറച്ച് കടിച്ചാൽ പൊട്ടാത്ത കുറച്ച് വാക്കുകളും അപ്പൊ ഇവിടെ ഒന്നും പറയില്ല, എവിടെ വൃത്തം പറഞ്ഞിട്ടുണ്ടെന്ന് പറയും.
കാരണം എന്താണ്, അത് പോയി അന്വേഷിക്കാൻ പറ്റും. അതെ അതെ അതെ. അത് ചില രാഷ്ട്രീയക്കാരുടെ പലരും ചോദിക്കാറുണ്ട് ഈ ശരീരത്തിന് അസുഖം വരുന്നത് നമുക്ക് പറയാം പല കണ്ടീഷൻസ് കൊണ്ട്, പക്ഷെ മനസ്സ് നിങ്ങൾ പറയുന്ന മനസ്സില്ലെന്ന് തന്നെയാണ് ആധുനിക ശാസ്ത്രത്തിലെ പല സൈക്കോളജിസ്റ്റുകൾ എന്ന് പറയുന്ന ആൾക്കാരും പറയുന്നത്. മനസ്സെന്ന സാധനം ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ എങ്ങനെയാണ് മനോരോഗത്തിന് ചികിത്സ കൊടുക്കുന്നത് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പം അത് ശരീരത്തിലെ കെമിക്കൽ വേരിയേഷൻസ് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രക്രിയയാണ്. അതെ, ആണ്. ശരീരത്തിലെ കെമിക്കൽ വേരിയേഷൻസ് ഉണ്ടാകുന്ന പ്രക്രിയയാണ്. അതല്ലേ മനോമയം എന്നും സർവ്വം കൂടെ പറഞ്ഞു. ഇവിടെ പറയുന്നത് തെറ്റും, അറിയാൻ വയ്യാത്തൊരു സോഴ്സ് പറയുന്നത് ശരിയെന്ന് പറയുന്നത് എന്തിനാണ്? ഞാൻ എന്തോ പുതിയത് പറഞ്ഞു. ഈ ചില സിനിമയിലേക്ക് കേട്ടിട്ടില്ലേ, പ്രത്യേകിച്ച് ശ്രീനിവാസനൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞാൽ ക്യൂബയെ കുറിച്ച് പോളണ്ടിനെ കുറിച്ച് മിണ്ടരുത്. ഈ പോളണ്ടിൽ എന്താണ് നടന്നത് മുമ്പ് ഇരിക്കുന്നവർ അറിഞ്ഞോളൂ. പോളണ്ടിൽ ഇപ്പൊ കമ്മ്യൂണിസം നിരോധിച്ചു, അതിപ്പോ ആരും അറിഞ്ഞതുമില്ല. ഇതുപോലെ നമ്മള് ഇന്നത്തെ കാര്യം ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ ചിലപ്പോഴും കേട്ടിട്ടുണ്ട്. ഈ പലരും എന്താണ് യു പിയിൽ എന്ന് നടന്നു, ഈ രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാലോ, അപ്പൊ യു പിയിൽ എന്ന് നടന്നു ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അറിയാം? അതെ അതെ, യു പി പിന്നെ ഇവിടെ ബൊളീവിയാണ്. ബംഗാളിൽ എന്ത് ഞങ്ങളുടെ നാട്ടിൽ അതുപോലെ ഒരു പാർട്ടി ഇപ്പം ഇതായിട്ട് പറഞ്ഞതാണ്. അപ്പൊ അവിടെ വലിയ രീതിയിൽ ഇങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് ഒരാൾ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ അതൊക്കെ വിടും, മുകളിൽ പൈപ്പ് പൊട്ടി കിടക്കുന്ന കംപ്ലൈന്റ് അതിന് മാസം ഒന്നായി, അതൊന്നും ശരിയാക്കി എന്റെ നാട്ടിൽ നടന്നൊരു സംഭവമാണ്. ശരിയാണ്. നമ്മൾ ഇന്നത്തെ കാര്യം എൻ്റെ മുട്ടുവേദനയെക്കുറിച്ചോ എൻ്റെ തലവേദനയെക്കുറിച്ച് പറയുമ്പോൾ അമേരിക്കയിൽ എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ അവനെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്ന് ഞാൻ ചോദിക്കേണ്ട, അല്ലെങ്കിൽ എനിക്കത് കേട്ടിട്ട് എന്ത് കാര്യം? ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ, അച്ചാച്ചൻ, അമ്മമ്മ അല്ലെങ്കിൽ അപ്പൂപ്പൻ അവർ എന്ത് പറഞ്ഞു എന്ന് കേൾക്കുന്നതിൽ എന്ത് തെറ്റിരിക്കുന്നു? അവർ പറഞ്ഞതെല്ലാം തെറ്റ്, അശാസ്ത്രീയം. ഏതോ പേരില്ലാത്തവൻ പറഞ്ഞത് ശാസ്ത്രീയം എന്ന് പറഞ്ഞു വരുന്ന ആ ഒരു രീതി അവിടെയും ഇതിൻ്റെ വക്താക്കളെന്ന് നടിക്കുകയും അല്ലെങ്കിൽ യന്ത്രസഹായത്താൽ ഒരു വലിയ സഹനശേഷിയെ അടിമപ്പെടുത്തിയിരുന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു. ശരിയാണ്. ഭാരത പൈതൃകം നോക്കിയാൽ ഇത് യുക്തിക്ക് വെച്ച് ചിന്തിക്കുക. പഴയ ഭാരതം അല്ലെങ്കിൽ ചേര, ചോള, മൗര്യ സാമ്രാജ്യത്തിൻ്റെയൊക്കെ സമയത്ത് ഇതിൻ്റെയൊക്കെ ബൗണ്ടറി എവിടെയായിരുന്നു? ഒന്ന് ചിന്തിച്ചു. ഇന്നത്തെ ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ബർമ്മ, ശ്രീലങ്ക, ഇറാൻ, പിന്നെ ഇന്തോനേഷ്യ, കംബോഡിയ, റോമക സാമ്രാജ്യമായിരുന്നല്ലോ, പറയില്ലല്ലോ. അപ്പൊ ഇത് ഇങ്ങനെ പരന്നു കിടന്ന ഒരു സംസ്കാരത്തെ അവർക്ക് തർക്കിക്കാനില്ലായിരുന്നു. പക്ഷെ ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ പലപ്പോഴും ചില മതങ്ങളുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഹിന്ദു മതം ഇത് വളരെ എന്താണ് വർഗീയമാണ്, അത് പിന്നെ മാറ്റി ചിന്തിക്കേണ്ടതാണ്, ആനയാണ് ചേനയാണെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ചില കൂട്ടുകാർ വളരെ മറ്റ് മതങ്ങളിലുള്ളവർ ഇതിനെ ഇങ്ങനെ ശക്തമായി വിമർശിക്കുമ്പോൾ ഞാൻ എടുത്ത് ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങൾക്ക് കണ്ണെത്താ ദൂരത്തൊരു പറമ്പ് കിടക്കുന്നു എന്ന് സങ്കല്പിക്കുക. അവിടെ ഒരാൾ വന്നിട്ട് നിങ്ങൾ ഒറ്റപ്പെട്ട് ഏകാന്തമായിട്ടിരിക്കുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറമ്പ് നിങ്ങൾ മരിക്കുമ്പോൾ ഈ പറമ്പ് അന്യാധീനമാകും എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ്, എൻ്റെ ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, കിടക്കാനൊരു സ്ഥലമില്ല. സന്തോഷത്തോടെ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ അവിടെ കുറച്ച് വീട് വെച്ച് നിങ്ങൾ താമസിക്കും. വേറൊരാൾ അടുത്ത കോണിൽ വന്നു. ഇങ്ങനെ കുറച്ച് വീടുകളൊക്കെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ വീടുകൾക്കെല്ലാം ചെറിയൊരു ബൗണ്ടറി ഉണ്ട്. അതുവരെ അതിരുകളില്ലാതെ ജീവിച്ചിരുന്ന ഒരാൾ നോക്കിയപ്പോൾ അവന് ചുറ്റും ഒരു അതിര് വന്നു. അതല്ലേ സത്യത്തിൽ ഹിന്ദുവിന് സംഭവിച്ചത്? ഇല്ലേ? ഇവിടെ പിന്നെ ആദ്യം ഇസ്രായേലിലെ ജൂതന്മാർ അഭയാർത്ഥികളായിട്ട് വന്നു, പിന്നെ സൊറാസ്ട്രിയൻസ് വന്നു, ഇല്ലേ? നമ്മുടെ ഈ പിന്നെ സ്മൃതി ഇറാനി, പിന്നെ ബഹായികൾ വന്നു, മുസ്ലിങ്ങൾ വന്നു, ക്രിസ്ത്യൻസ് വന്നു. എല്ലാത്തരം വിഭാഗങ്ങളും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വന്നപ്പോൾ അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞ് എല്ലാവരെയും സ്വീകരിച്ചൊരു സംസ്കാരമാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് എന്ത് പറ്റി? ഇതിൽ ഓരോരുത്തർ ബോർഡർ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ആ പറമ്പിന്റെ ഉടമസ്ഥനായ ഒരു ദിവസം അവൻ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ അവന് ചുറ്റും വേലി, പലരായി വേലി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇവൻ ചോദിച്ചു, എന്തിനാ ഈ വേലി? അല്ല, അതെൻ്റെ ഒരു പ്രൈവസിക്ക് വേണ്ടിയാണ്, എല്ലാവരും പ്രൈവസിക്ക് വേണ്ടി. അവസാനം നോക്കിയപ്പോൾ അവന് മനസ്സിലായി അവന്റെ അതിരില്ലാത്ത പറമ്പ് അതിരിൽ വന്നു പെട്ടു. അപ്പൊ അവൻ മനസ്സ് പറഞ്ഞു, ഇനി ഈ അതിർ ഇങ്ങോട്ട് ആരും കടക്കണ്ട. അപ്പൊ പറയണം, അത് ശരിയല്ല. അതെങ്ങനെ ശരിയാകുക? ഹിന്ദു ബോധത്തെ ഇന്നത്തെ അവസ്ഥയിലേക്ക് പരിമിതമായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ നിർബന്ധിച്ചത് ഇൻവേഷൻ മുതലാണ്. അതായത് ഡച്ച്, പിന്നെ പോർച്ചുഗീസ്, പിന്നെ ഇതുണ്ടല്ലോ, വേറെ ആളുണ്ടല്ലോ, അലക്സാണ്ടർ, അല്ലല്ല, ഡച്ച്, പോർച്ചുഗീസ്, ഫ്രഞ്ച്
ഫൈനലി ബ്രിട്ടീഷ്. ഈ 4 പേരുടെയും വരവോടുകൂടിയാണ് അലക്സാണ്ടർ ആക്രമിക്കാൻ വന്ന് അടിയും കൊടുത്ത് പറഞ്ഞു വിട്ടത്. അത് അങ്ങനെയാണ്, അന്ന് അങ്ങനെയായിരുന്നു. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ആക്രമിക്കുക, അല്ലെങ്കിൽ പറയേ എവിടെ വരണം. ഇപ്പൊ ചേകവന്മാർ പോലും ഇല്ലായിരുന്നു, വെറുതെ തെരുവിൽ തല്ലൂല്ല അവരെ. പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ തമ്മിൽ വിഷയം ഉണ്ടെങ്കിൽ ശരി വാ, ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് വെച്ച് നമുക്ക് മുട്ടാം. അത് അംഗീകരിച്ച രീതിയാണ്. അവസാനം തല്ലി ജയിക്കുന്നവൻ പറയുന്നത് തോറ്റവൻ കേൾക്കണം, അതായിരുന്നു രീതി. അതെ, പിന്നെ അതല്ല, തല്ലാൻ ശേഷിയില്ലെങ്കിൽ കൂലിക്ക് തല്ലിക്കുക. അങ്ങനെയാണ് ചേകവന്മാരുടെ ഒരു വിഭാഗം. ഞാൻ ഈ അടുത്ത കാലത്ത് പറഞ്ഞു, കാരണം ഈ ട്രംപിന് ഈ പ്രശ്നം ചൊറിച്ചിൽ മാറില്ലെങ്കിൽ നേതാക്കന്മാർ പോയി അടികൂടുക, ഈ പാവപ്പെട്ട ആളുകൾക്കൊന്നും. അതാണ് പണ്ട് രാജാക്കന്മാർ മുമ്പേ നയിച്ചുകൊണ്ടാണ് പോണത്, യുദ്ധത്തിന് പോണത്. ഈ ഒടിഞ്ഞു തൂങ്ങി എവിടെയെങ്കിലും ഇരുന്നിട്ട് പോയി അടിയിടാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, അതാണ് പുറകിലിരിക്കുന്നത്. അതെ. അപ്പോ അന്നും ഈ ചേകവന്മാരെന്ന് പറയുന്ന ആൾക്കാർ ആദർശശുദ്ധിയുള്ളവരായിരുന്നു. അവരെ എടുക്കുന്ന ഒരു ആശയത്തിന് വേണ്ടി മരിക്കാൻ അവർ തയ്യാറാണ്. ഒരുപാടെണ്ണം ചാകുന്ന ഒന്ന് എത്താൻ പോലെ, അതാണ് അവന്റെ രീതി. പിന്നെ ചേകവനങ്ങളാണ്, അതുകൊണ്ടാണ് അവനെ ചേകവൻ എന്ന് വിളിക്കുന്നത്. ചേകവൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? കളരിയിൽ അത് ഇപ്പോഴും എന്താണ് നമ്മളെ ഇദ്ദേഹം പറഞ്ഞ എന്താണ്, വടക്കൻ വീരഗാഥയിൽ ആണ് മൂപ്പിളമ തർക്കം തീർക്കാൻ അറാവലയ്ക്ക് വെട്ടിച്ചാകാൻ വിധിച്ചവൻ ചേകവൻ. ഇതാണ് നമ്മുടെ ഭാഷാന്തരങ്ങൾ. സത്യത്തിൽ ചേകവൻ എന്ന് വെച്ചാൽ ചേർന്നവൻ എന്നാണ്. അതായത് അങ്കത്തട്ടിലേക്ക് പോയാൽ അവൻ ഭയന്നോടല്ല പോയത്, അവൻ യുദ്ധത്തിന് അവന്റെ ഒരു പിന്നെ കഴിവ് പ്രകടിപ്പിക്കാനാണ് പോണത്. അവൻ തിരിച്ചു വന്നാൽ ജയിച്ചു, ഇല്ലെങ്കിലോ തിരിച്ചു വരില്ല, അവൻ മരിച്ചു. അപ്പം മരണവും ജയവും ഒരുപോലെ കാണാൻ ശേഷിയുള്ള ചിത്തത എത്തിയവൻ, സമാധി അനുഭവിച്ചവനാണ് ചേർന്നവൻ, യോഗി അവനാണ് ചേകവൻ. അതാണ് പാരമ്പര്യം. ഇതൊക്കെ അങ്ങോട്ട് പിന്നെ സൈഡ് ലൈൻ ചെയ്തിട്ട് ഈ വ്യവഹാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ഈ അധിനിവേശ ശക്തികളാണ്. അപ്പോൾ ഈ നമ്മൾ എത്ര സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചിട്ടുണ്ട്, ഗോവൻ ഏരിയയിൽ ഈ പിന്നെ ക്രിസ്ത്യൻ പാദ്രികൾ നടത്തിയ അട്രോസിറ്റീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ പക്ഷെ അതൊക്കെ ഇതിൽ എന്താണ് സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ പിന്നെ സാമൂഹിക അവബോധത്തിൻ്റെ പുറകിലേക്ക് തള്ളി വച്ചിരിക്കുകയാണ്. അപ്പൊ ഈ 4 ശക്തികൾ ഇവിടെ കാര്യം പോലും നമ്മൾ പഠിക്കുന്നില്ല. അവിടെ നമ്മൾ ജസ്റ്റ് കേട്ട് ഇതാക്കുന്നത് അതേ ഉള്ളൂ. 3.5 ലക്ഷത്തിലേറെ വൈദിക ഗ്രന്ഥങ്ങൾ നമുക്കുണ്ടായിരുന്നു, പ്രാമാണിക ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു പറയുന്നത്. അതെല്ലാം വാരിയിട്ട് കത്തിച്ചു കളഞ്ഞു. എന്നിട്ട് ബാക്കിയാ മോഷിച്ചുകൊണ്ട് പോയി. എന്റെ നാട്ടിൽ പറയും, ഈ സ്കൂളിലൊക്കെ ചിലപ്പോ പിള്ളേർ തമ്മിൽ. ഈ വത്തിക്കാനിലാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ലൈബ്രറി, ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ വലിയ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പോപ്പിന്റെ കീഴിൽ. ഇനി അത് കേട്ടറിവല്ലേ, നമ്മളിപ്പോ നാട്ടിലെ കാര്യം പറയുമ്പോൾ ഉടനെ നമ്മൾ അല്ല, ഞാൻ പറഞ്ഞതാണ്, കാരണം അത് തെളിവുണ്ട്. ഇവിടുന്ന് പുസ്തകങ്ങൾ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് അല്ല. ഇപ്പോ ലോകം ഒരു ചെറിയ ഗ്രാമമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ചർച്ചകൾ വരട്ടെ, തുറന്ന ചർച്ചകൾ വരട്ടെ, എന്തിനാ അവർ ഭയക്കുന്നത്? അപ്പോൾ ഇവിടെ ചരിത്രം പിന്നിലേക്ക് പോയി നോക്കുമ്പോൾ ഒരു സമയത്ത് അതിരുകളില്ലാതെ കിടന്ന ഒരു സംസ്കാരം അവർ പ്രതിരോധിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. പ്രാദേശികമായി ഉണ്ടാകുന്ന തർക്കങ്ങൾ തമ്മിൽ തല്ലി തീർക്കുക, അത് ശാരീരികമോ മാനസികമോ ആകാം. നല്ല സംവാദങ്ങൾക്ക് അവസരം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇവിടെ ഒരിക്കലും ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാൻ പറഞ്ഞില്ല. ശങ്കരാചാര്യ മസിൽ പവർ ഉണ്ടല്ലോ ജ്ഞാനപീഠം കീഴിൽ. അതാണ്. അപ്പൊ ഇതുപോലെ അങ്ങനെ നിന്ന പിന്നെ സംഘർഷങ്ങളില്ലാത്ത ഒരു പിന്നെ വളരെ വ്യവസ്ഥാപിതമായ ഒരു സംസ്കാരത്തെ ഈ യന്ത്രസഹായത്തോടു കൂടി പരാജയപ്പെടുത്തി പിന്നെ അതിനെ അമർത്തി. ഈ സാംസ്കാരിക അധിനിവേശം, ഇപ്പോൾ ഉദാഹരണത്തിന്, അല്ലെങ്കിൽ യന്ത്രങ്ങൾക്ക് മുമ്പ് വന്ന ഇവിടെ അധിനിവേശം നടത്തിയത് ഇത് ടർക്ക് മുതൽ അവിടെ കെസ്നി ഘോറി മുതൽ പിന്നെ മുഗൾസ്, ഇവരും യഥാർത്ഥത്തിൽ ഈ അവരുടെ മത അന്ധത കാരണം കുറേ കാര്യങ്ങൾ നശിപ്പിച്ചെങ്കിലും ക്രമേണ അവർക്കും മനസ്സിലായി അതിൽ നിന്ന് തന്നെ ഈ ബൗദ്ധികമായ ഒരുപാട് വളർച്ചയുണ്ടായി. അവർ ഇതിന്റെ ഭാഗമായി മാറി. സൂഫി സംസ്കാരം പിന്നെ അതാണ്. അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ അവർക്ക് വേറെങ്ങും പോകേണ്ടതല്ല. കാരണം ഇതിനെ കടൽ പോലെ ഇതിനെ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു അവസ്ഥയായി. പിന്നീട് അതിനെയും പൊളിറ്റിക്കലൈസ് ചെയ്ത് വന്നപ്പോഴാണ് ഇതിന് ക്ലാഷ് വരാൻ തുടങ്ങിയത്. സത്യത്തിൽ ആ സാംസ്കാരികമായിട്ടുള്ള ആ ഒരു ഔന്നിത്യത്തെ പിന്നെ വ്യക്തമായി മനസ്സിലാക്കി അത് ആ അർത്ഥത്തിൽ നമ്മൾ പിന്നെ ചിന്താമണ്ഡലത്തിലും പിന്നെ ജീവിതത്തിലും കൊണ്ടുവരാൻ തുടങ്ങിയാൽ സംഘർഷത്തിന് ഒരു അവസരവും ഇല്ല. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും പണ്ട് ഇന്ത്യയിൽ നടന്ന അതേ സംഘർഷമാണ് ഇന്ന് ലോകമാസകലം നടക്കുന്നത്. ഇവന്മാർക്കും ഈ ഇതുണ്ട്,
മെഷീൻ പവറുണ്ട്, യന്ത്രശക്തിയുണ്ട്, എന്നാൽ ബോധമില്ല, ആത്മബോധമില്ല. അതുകൊണ്ടാണ് ഇവർ തമ്മിൽ തല്ലുന്നത്. അതെ ഈ യന്ത്രശക്തി കൊണ്ടാണ് ഇവിടെ ആത്മബോധം ഉണ്ടായി വളരെ സൗമ്യമായി സുഖമായി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ തല്ലി തകർത്ത് അവരുടെ സാംസ്കാരിക അധിനിവേശം നടത്തി സർവ്വതിനെയും കുളമാക്കി ഒടുവിൽ അവസാനം ആൾക്കാർ ഇവനെ തല്ലി ഓടിച്ചു. ആ സംസ്കാരം ഇവിടുന്ന് അതിൻ്റെ വക്താക്കൾ പോയെങ്കിലും അത് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു മൈനോറിറ്റി ഇപ്പോഴും ഉണ്ട്. ഇവരാണ് നേരത്തെ ഈ പറഞ്ഞ എന്ത് പറഞ്ഞാലും വെള്ളക്കാരൻ പറഞ്ഞാലേ ശാസ്ത്രമാകൂ എന്ന സൈക്കോളജിക്കൽ സ്ലേവറിയും കൊണ്ട് നടക്കുന്നത്. അത് കൊളോണിയൽ അടിമത്തം ഏറ്റവും കൂടുതലുള്ളത് എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ബാക്കി ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പോയി നമ്മൾ അന്ന് ചെറിയ ഡിസ്പ്യൂട്ട് വന്നതാണ് കേരളത്തിൽ പോകണ്ടെന്നാലും ഇത് എല്ലായിടത്തും ഉണ്ട്. അതെ അപ്പൊ രണ്ടായാലും ഈ ലോകത്തിന് ഇനി ഒരു സമാധാനം വേണമെങ്കിൽ പൗരാണിക ഭാരതം സംശയത്തിന് യാതൊരു ഇടയുമില്ലാതെ പറഞ്ഞ ആത്മബോധത്തെ വളർത്തുക, ആ ആത്മവിദ്യാഭ്യാസം, ആന്തരിക വിദ്യാഭ്യാസം വളർത്തിയെടുത്താൽ ഇന്ന് ലോകത്ത് കാണുന്ന ബാഹ്യ സംഘർഷങ്ങൾ ഒഴിവായി വരും. അതല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. ശരി 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 ശരി.